നമസ്കാരം. ഗുഡ് ഈവനിങ്. മാറ്റിനി വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എല്ലാവർക്കുമുള്ള ഒരു പ്രത്യേക സ്വഭാവത്തെക്കുറിച്ചാണ് ജോസഫ് ജോൺ സാർ നമ്മൾ സംസാരിക്കുന്നത്. ഇതിനു മുമ്പിൽ സാർ 2-3 സെഷൻസ് ആയിട്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളെക്കുറിച്ച് എന്നുവെച്ചാൽ നമുക്ക് പൊതുവെ നമ്മുടെ ലൈഫിൽ നെഗറ്റിവിറ്റി എങ്ങനെ ഉണ്ടാകുന്നു, അതിനുണ്ടാകാനുള്ള സാധ്യതകൾ എന്താണ്, നമുക്ക് വേണം പറയാം ഒരു ഇൻബോൺ കപ്പാസിറ്റിയാണ്. ഏതിനെയും നെഗറ്റീവായി വീക്ഷിക്കാൻ മനുഷ്യർക്ക് പൊതുവെ ഒരു അതിബുദ്ധിയുണ്ട്. പക്ഷെ അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അതിനെ മാറ്റുക എന്നുള്ളത് തീർച്ചയായിട്ടും അത്യാവശ്യമുള്ള കാര്യമാണ്. അപ്പം എങ്ങനെയാണ് നെഗറ്റിവിറ്റിയെ മാനേജ് ചെയ്യുന്നതെന്ന് ജോസഫ് ജോൺ സാറിലൂടെ നമുക്ക് കേൾക്കാം. നിങ്ങളെല്ലാവരെയും പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. അതോടൊപ്പം നിങ്ങളുടെ പെർമിഷനോടുകൂടി ജോസഫ് ജോൺ സാറിനെയും ക്ഷണിക്കുന്നു. ജോസഫ് സാർ, യു ആർ വെൽക്കം. താങ്ക് യു സർ. സർവേശ്വരന് സ്തുതി. മാറ്റിനി ഫ്രീ വെബിനാറിന്റെ സാരഥി സാബു കേരളം സാറിനും സന്നിഹിതരായിരിക്കുന്ന എല്ലാ ഗുരുജനങ്ങൾക്കും സുഹൃത്തുക്കൾക്കും സ്വാഗതം, നമസ്കാരം. സാബു സാർ പറഞ്ഞതുപോലെ മാനേജിങ് നെഗറ്റിവിറ്റി, അതേക്കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പാണ് കേട്ടോ സെഷൻസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ കവർ ചെയ്തിരുന്ന കാര്യങ്ങൾ അണ്ടർസ്റ്റാൻഡിങ് നെഗറ്റീവ് പീപ്പിൾ, എന്താണ് ഡീലിംഗ് വിത്ത് നെഗറ്റിവിറ്റിയുടെ പ്രാധാന്യം, പിന്നെ എങ്ങനെയാണ് നെഗറ്റിവിറ്റി ഉണ്ടാവുന്നത്, നെഗേറ്റർ സ്റ്റൈൽസ്, ഇങ്ങനെ പല കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയാണ് നമ്മൾ ഇന്ന് ചെയ്യുന്ന സെഷൻ. എന്തുകൊണ്ടാണ് നെഗറ്റിവിറ്റിയെ കുറിച്ച് അല്ലെങ്കിൽ നെഗറ്റീവ് പീപ്പിളിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്? എങ്ങനെയാണ് നെഗറ്റീവ് പീപ്പിളിനെ മാനേജ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മുടെ ലൈഫ് സക്സസ്സിലെ ഒരു പ്രധാന ടേണിംഗ് പോയിന്റാണ്. അത് നമ്മൾ അറിഞ്ഞിരുന്നാൽ പല അപകടങ്ങളിൽ നിന്നും നമുക്ക് മാറി നടക്കാൻ സാധിക്കും, അല്ലേ? നമ്മുടെ അനുഭവങ്ങളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. ഇപ്പോ ഒരു ജനറൽ ചോദ്യം എല്ലാവരും ചോദിക്കാറുള്ളത്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ്? നമുക്ക് ഇതുപോലൊരു നല്ല മനുഷ്യ ജന്മം കിട്ടി, ഇറ്റ്സ് എ ഗിഫ്റ്റ്, അല്ലേ? എന്തെല്ലാം സൗഭാഗ്യങ്ങളാണ് നമുക്ക്. പക്ഷേ നമ്മൾ തിരിച്ചറിയുന്നില്ല എന്താണ് ജീവിതത്തിന്റെ പ്രധാന പർപ്പസ് എന്ന് പറയാൻ. എന്താണ് ലക്ഷ്യം? പല ഉത്തരങ്ങളുണ്ട്. എന്താ സർ? ടു സെർവ് അതേഴ്സ്. ടു സെർവ് അതേഴ്സ്, അതെ, മറ്റുള്ളവരെ സേവിക്കുവാനുള്ള നമ്മുടെ ലൈഫ്. പിന്നെ സർ, ലെറ്റ് ലിവ് ആൻഡ് അതേഴ്സ് ടു ലിവ്, അതേഴ്സ് ടു അലൗ ടു ലിവ്. ജീവിക്കുകയും മറ്റുള്ളവരെ ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുക, മലയാളത്തിൽ പറഞ്ഞു, അല്ലേ? ജീവിക്കുക. അപ്പൊ എപ്പോഴും ഞാൻ പറഞ്ഞ ചോദ്യത്തിലേക്ക് ഉത്തരം വന്നില്ല. എന്തിനാണ് ജീവിക്കുന്നത്? വാട്ട് ഈസ് ദ പർപ്പസ്? നമ്മുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം എന്താണ്? എന്താണ് അൾട്ടിമേറ്റ് ലക്ഷ്യം? നമ്മളെല്ലാവരുടെയും പറയൂ. ഒരു ലക്ഷ്യം അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുക എന്നുള്ളതാണ്. അടുത്ത തലമുറയ്ക്ക് നല്ലൊരു തലമുറയെ സൃഷ്ടിക്കുക, അതുപോലെ അവർക്ക് ജീവിക്കാൻ നല്ല അന്തരീക്ഷം സൃഷ്ടിച്ചു കൊടുക്കുകയും കൈമാറുകയും ചെയ്യുക എന്നൊക്കെ പറയാം. എന്നാലും വന്നില്ല ടു ബി ഹാപ്പി, അല്ലേ? സന്തോഷമായിരിക്കുവാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലൈഫിന്റെ പർപ്പസ് എന്ന് പറയുന്നത് is to celebrate. It is to celebrate, ആഘോഷിക്കാനാണ്. പക്ഷെ നമ്മളെല്ലാം മറന്നു പോകുന്നു എന്നുള്ളതാണ്. സാമുവൽ ബട്ട്ലർ എന്ന ഇംഗ്ലീഷ് നോവലിസ്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്, all animals except man know that the principal business of life is to enjoy it. The principal business of life is to enjoy it. മനുഷ്യൻ എന്ന മൃഗം ഒഴിച്ച് ബാക്കി എല്ലാ മൃഗങ്ങൾക്കും അറിയാം
പക്ഷെ മനുഷ്യൻ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സന്തോഷത്തെ ഹനിക്കുന്ന നിഷേധ വികാരങ്ങൾ, അല്ലെ? എന്തൊക്കെയാണ് നിഷേധ വികാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക? ഒന്ന് പറയാമോ? ഏതാനും, ഒത്തിരി ഉണ്ട്, അതില് ഏതാനും കാര്യങ്ങളൊന്ന് പറയാമോ? നിഷേധ വികാരങ്ങൾ. അസൂയാത്മകമായ ചിന്തയാണ് സർ ഒരു പ്രധാനപ്പെട്ടത്. അസൂയ, മറ്റുള്ളവരോട് അസൂയാത്മകമായ ചിന്ത. അസൂയ, മറ്റുള്ളവരെ നമ്മൾ താരതമ്യം ചെയ്യുന്നു, മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുന്നു. പിന്നെ മത്സരം, തർക്കം, പിന്നെ ആംഗർ, ദേഷ്യം, അല്ലെ? അങ്ങനെയുള്ള എത്രയോ നിഷേധ വികാരങ്ങൾ നമുക്കൊക്കെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. Why this happen? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. നെഗറ്റിവിറ്റി എവിടെയെല്ലാം ഉണ്ട്? എല്ലായിടത്തും ഉണ്ട്, അല്ലെ? എല്ലായിടത്തും നെഗറ്റിവിറ്റി. പത്രം എടുത്ത് നോക്കിയാൽ, നമ്മൾ ന്യൂസ് ചാനൽ കാണാനിരുന്നാൽ, ടി വിയിലെ ചർച്ചകൾ കേട്ടാൽ എല്ലായിടത്തും നെഗറ്റിവിറ്റി ഉണ്ട്. അതിനെ ഡിഫെൻഡ് ചെയ്യുവാനുള്ള ഒരു മെക്കാനിസം നമ്മുടെ ഇല്ലെങ്കിൽ അതിൽ നമ്മൾ വീണു പോകും, അല്ലേ? ഞാൻ ഇന്ന് പത്രത്തിൽ കണ്ട ഒരു വാർത്ത, ഞാൻ സാധാരണ അങ്ങനെ അധികം പത്രം വായിക്കാറില്ല, നല്ല കാര്യങ്ങൾ, നല്ല വാർത്തകൾ മാത്രം ഉണ്ടെങ്കിൽ വായിക്കാൻ, നെഗറ്റീവ് വാർത്തകൾ മനഃപൂർവ്വം അങ്ങ് അവോയ്ഡ് ചെയ്യാൻ. കാരണം അത് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സ് കലുഷിതമാകും. അതുപോലെ അങ്ങനെയുള്ള വാർത്തകൾ, ക്രൈം, അങ്ങനെയൊക്കെയുള്ള വാർത്തകളൊക്കെ അതൊക്കെ സംഭവിക്കുന്നുണ്ട്. പക്ഷെ അൺഅവോയ്ഡബിൾ ആണെങ്കിൽ തന്നെയും നമ്മൾ ഹെൽപ്ലെസ് ആണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ചും അത് കണ്ടും കേട്ടും പറഞ്ഞും അതേക്കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞും നമ്മുടെ മനസ്സാണ് വലിയ മനസ്സമാകുന്നത്, അല്ലേ? ഇന്ന് പത്രത്തിലെ ഒരു വാർത്തയിലേക്ക് പോകാം. ദുബായിലും ഖത്തറിലുമായി ബിസിനസ് ചെയ്യുന്ന ഒരു മലയാളി, അയാൾക്കെതിരെ കൊച്ചിയിലുള്ള ഒരു സ്ത്രീ പരാതി കൊടുത്തിരിക്കുകയാണ്. എന്താണെന്നറിയാമോ? അവിടെ ഇവര് ദുബായില് ബിസിനസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. 2 മാസത്തോളമായി ഇവർ പരിചയത്തിലായി. അപ്പോ ഈ ബിസിനസ്സുകാരൻ, ഖത്തറിലും ദുബായിലുമായിട്ട് ബിസിനസ് ചെയ്യുന്ന അദ്ദേഹം ഇവരെ സമീപിച്ചു. അവരോട് പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് ബിസിനസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങളുടെ സംരംഭത്തിൽ മുതൽ മുടക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട് എന്ന് അദ്ദേഹം അവരെ അറിയിച്ചു. അടുത്തുകൂടി ആ സൗഹൃദത്തിന്റെ ഒരു പരിണത ഫലം എന്ന നിലയിൽ ശരി, ആ ഒരു ബിസിനസ് ഡീലിന് വേണ്ടി അവരെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അവരവിടെ ചെല്ലുന്നു. അവിടെ ചെന്ന് അതിനുശേഷം അടുത്തുള്ള അജ്മാനിലുള്ള ഹോട്ടൽ മുറിയിലെടുത്തു. അവിടേക്ക് പോയി. അവിടെ റൂമിൽ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്നാണ് കേരളത്തിലെ ഒരു പോലീസ് സ്റ്റേഷനിൽ അവർ കഴിഞ്ഞ ദിവസം, ഈ ഫെബ്രുവരി മാസത്തിലെ ഒരു ദിവസം പരാതി കൊടുത്തിരിക്കുന്നത്. വീട്ടിൽ തിരിച്ചെത്തി അവർ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു നെഗറ്റീവ് സംഭവം എങ്ങനെയുണ്ടായി? ഇതിൽ അവർക്ക് വീഴാതിരിക്കാമായിരുന്നു, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് നാം, അതിൻ്റെ ഓരോ ഉദാഹരണങ്ങളിലേക്കൊക്കെയാണ് നാം ഇനി അടുത്ത നിമിഷങ്ങളിലേക്ക് വരുന്നത്. നമ്മുടെ ചുറ്റുപാടും നെഗറ്റിവിറ്റി ഉണ്ട്. എത്രയെത്ര സംഭവം. കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബിൽ ഞാൻ കണ്ടതാണ്, FB വഴി പരിചയപ്പെട്ട സുഹൃത്ത്, UK സുഹൃത്താണെന്നാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബ് പ്ലേ ചെയ്ത് കണ്ടിട്ടുണ്ടാവും. അതായത് ആ മനുഷ്യൻ, UK മനുഷ്യൻ ഇവിടെയുള്ള ഒരു നാട്ടിലുള്ള സ്ത്രീയുമായിട്ട് പരിചയമായി. ആ സ്ത്രീയുടെ ഹസ്ബൻഡ് കൂടി, ഭർത്താവ് കൂടി അറിഞ്ഞാണ് ഈ കാര്യങ്ങളൊക്കെ, ചാറ്റൊക്കെ ചെയ്യാനായിട്ട് അനുവദിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ആ ചാറ്റിലൂടെയൊക്കെ ഇവർക്ക് മനസ്സിലായത്, നല്ലൊരു മനുഷ്യൻ, കുടുംബത്തെ സ്നേഹിക്കുന്ന, മാതാപിതാക്കളെ സ്നേഹിക്കുന്ന, ബിസിനസ് ചെയ്യുന്ന, ഭാര്യ മരിച്ചു പോയെന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ സിമ്പതിക്ക് വേണ്ടിയായിരിക്കും. അങ്ങനെ അവര് നല്ല ബന്ധത്തിലാവും. അദ്ദേഹം
കുറച്ച് ഗിഫ്റ്റുകൾ അയച്ചു കൊടുക്കുന്നു. ഈ ലേഡിക്ക്, കേരളത്തിലുള്ള ഈ ലേഡിക്ക് ഗിഫ്റ്റുകൾ അയച്ചു കൊടുക്കുന്നു. ആദ്യം നല്ല ഗിഫ്റ്റുകളൊക്കെ നേരിട്ട് വന്നു. അതിനുശേഷം അതിലും വില കൂടിയ ഗിഫ്റ്റുകൾ ഇതാ പുറകെ വരുന്നു എന്നുള്ളൊരു സന്ദേശം കൊടുത്തു. എന്നിട്ട് അത് ഡൽഹിയിൽ ആണെന്ന് തോന്നുന്നു, ഡൽഹിയിലെ കാർഗോ അവിടുന്ന് കളക്ട് ചെയ്യണം. അപ്പം അതിനൊരു ഫീസുണ്ട്. ആ ഫീസ് അടച്ച് കളക്ട് ചെയ്യണം എന്നുള്ളതാണ് അവസാനം വന്ന നിർദ്ദേശം. അപ്പോൾ ചാറ്റ് ചെന്നെത്തിയത് എവിടെയാണ്? ചീറ്റിങ്ങിലേക്കാണ്. ചെറിയ ചെറിയ ചൂണ്ടയിട്ട് വലിയ മീനെ പിടിക്കുക എന്നുള്ള ആ ഒരു സംഭവമാണ് അതിലൂടെ നടന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എവിടെയൊക്കെയുണ്ട് സോഷ്യൽ മീഡിയയിൽ, ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ എത്രമാത്രം കമന്റുകളാണ് നെഗറ്റീവായിട്ട് വരുന്നത്. മനുഷ്യത്വമില്ലാത്ത രീതിയിലുള്ള കമന്റുകളൊക്കെ വരുന്നത് നമുക്ക് എപ്പോഴും കാണാം. ഇതെല്ലാം നമ്മൾ അവെയർ ആയിരിക്കണം. അവെയർ ആയിരുന്നില്ലെങ്കിൽ നമ്മളുടെ മനസ്സും എല്ലാം കലുഷിതമാകും, അല്ലേ? നെഗറ്റിവിറ്റി കൊണ്ടുള്ള റിസൾട്ടുകൾ എന്തൊക്കെയാണ്? നമുക്ക് എന്തെല്ലാമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്? സമ്പത്ത് മാത്രമല്ല, നമ്മുടെ എല്ലാം നഷ്ടപ്പെടുമെന്ന് പറയാം. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടും, നമ്മുടെ സൽപ്പേര് നഷ്ടപ്പെടും, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുത്തുന്ന ഒരു സംഭവമാണ് നെഗറ്റിവിറ്റി എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ പണം, മാനം, നമ്മുടെ പുരോഗതി, ഉന്നതി, പഠനം, ആരോഗ്യം, ഇതെല്ലാം നശിപ്പിക്കുന്നതാണ് നെഗറ്റിവിറ്റി. നമ്മുടെ വീടുകളിൽ തന്നെ ചിലപ്പോൾ കുട്ടികളോട് പറയുന്ന കാര്യങ്ങളിൽ പോലും ഉണ്ട് നെഗറ്റിവിറ്റി. ദേഷ്യം വരുമ്പോഴായിരിക്കും, എന്തിനാ പഠിക്കുന്നത്, നിന്നെയൊക്കെ പഠിപ്പിച്ചിട്ടൊരു കാര്യമില്ല, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ ദാറ്റ് ഓൾസോ അഫക്ട്സ് നെഗറ്റീവ്ലി. ശാപവാക്കുകൾ, ഇകഴ്ത്തുന്ന വാക്കുകൾ, ചെറുതാക്കുന്ന വാക്കുകൾ, ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ നെഗറ്റിവിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ സാധിക്കും. ചിലർ പറയാറുണ്ട്, എൻ്റെ ഓഫീസിലെ എല്ലാവരും പ്രശ്നക്കാരാണ്. ഇതൊരിക്കലും സത്യമാകണമെന്നില്ല. എല്ലാവരും അങ്ങനെ പ്രശ്നക്കാരാകുമോ? ഇത് മിക്കവാറും ആ പറയുന്ന ആളുടെ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഉപബോധ മനസ്സിന്റെ പ്രവർത്തന ശൈലി മൂലമാകാം എന്ന് ജോസഫ് മർഫി പറയുന്നു. അവരോടുള്ള വെറുപ്പിന്റെയോ ദേഷ്യത്തിന്റെയോ ഭയത്തിന്റെയോ ഒക്കെ പരിണത ഫലമാകാം ഇതെന്ന് ജോസഫ് മർഫി പറയുകയാണ്. ഒരു കമ്പനിയിൽ ചെറുപ്പക്കാരനായ ഉദ്യോഗസ്ഥൻ അയാൾ HR ഹെഡിനെ കണ്ട് പറഞ്ഞു, സാർ, എനിക്കിവിടെ കണ്ടിന്യൂ ചെയ്യാനേ പറ്റില്ല, മൊത്തം നെഗറ്റീവ് അന്തരീക്ഷമാണ്. ഇവിടുത്തെ അന്തരീക്ഷം ഫുള്ളി ടോക്സിക് ടു മൈ മൈൻഡ്. എൻ്റെ മനസ്സിന് ഫുള്ളി ടോക്സിക് ആണ്. മനുഷ്യരാണെങ്കിൽ ഭയങ്കര പൊളിറ്റിക്സ് ആണ്, പരസ്പരം പണം വലിയും, അല്ലേ? പാരവെപ്പ് എന്നൊക്കെ പറയും ഓഫീസൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കങ്ങനെ പറയാം. ഓൾവേസ് ടോക്കിംഗ് നെഗറ്റീവ് തിങ്സ്. അവർ ഗോസിപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എപ്പോഴും അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ എന്നെ പറ്റിയൊക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ HR ഹെഡ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ഒരു ഗ്ലാസ് നിറയെ വെള്ളവുമായിട്ട് വരിക. പോയി ഒരു ഗ്ലാസ് വെള്ളം ആയിട്ട് വരാൻ പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ ഓഫീസിനകത്തുകൂടി 3 റൗണ്ട് നടക്കണം, പക്ഷെ ഒരു തുള്ളി വെള്ളം പോലും താഴെ പോകരുത് എന്ന് പറഞ്ഞു. അതുപോലെ ഏതായാലും നിങ്ങൾ പോകാൻ തീരുമാനിച്ചല്ലോ, അല്ലേ? വിട്ടുപോവുകയാണ്, ഈ ഓഫീസിൽ നിൽക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ പോകുന്നതിന് മുമ്പ് ഈ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് HR ഹെഡ് പറഞ്ഞു. അദ്ദേഹം അങ്ങനെ ചെയ്തു. 3 പ്രാവശ്യം അങ്ങനെ റൗണ്ട് ചെയ്തിട്ട് തിരിച്ചു വന്നു. അദ്ദേഹം HR ഹെഡ് ചോദിച്ചു, ഇപ്പോൾ നിങ്ങൾ ഈ സഞ്ചരിച്ചപ്പോൾ, ഈ ഗ്ലാസ്സിലെ വെള്ളവുമായിട്ട് സഞ്ചരിച്ചപ്പോൾ എന്തെങ്കിലും നെഗറ്റിവിറ്റി, ആരെങ്കിലും ഗോസിപ്പ് ചെയ്യുന്നത്, ആരെങ്കിലും നെഗറ്റീവ് കാര്യങ്ങൾ പറയുന്നതോ ഇടപെടുന്നതോ നിങ്ങൾ കണ്ടോ? ഇല്ല സർ, കണ്ടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത്? ഈ രണ്ടാമത്തെ ഈ ഗ്ലാസ് ഓഫ് വാട്ടറുമായിട്ട് നടന്നപ്പോൾ ഈ നെഗറ്റിവിറ്റി ഒന്നും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടാതിരുന്നത് എന്തുകൊണ്ടായിരിക്കാം?
ശ്രദ്ധ. ശ്രദ്ധ മുഴുവൻ ഈ വെള്ളത്തിലെ ഗ്ലാസ്സുമാണ്. Yes, sir. He was focused on that glass of water. അയാളുടെ ശ്രദ്ധ മുഴുവൻ ഒരു തുള്ളി വെള്ളം പോലും അവിടുന്ന് പോകരുത്, താഴെ വീഴരുത് എന്നുള്ള ശ്രദ്ധയിലായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രയോറിറ്റി അതായിരുന്നു, അല്ലേ? ഫോക്കസ് ഓൺ യുവർ പ്രയോറിറ്റീസ്. നിങ്ങളുടെ പ്രയോറിറ്റീസിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് നടക്കുമ്പോൾ, ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റിവിറ്റികൾ കാണാതെ പോകും. അതൊരു നല്ല കാര്യമാണ്. അതിൽ ഇൻവോൾവ് ആകാതെ പോകും. എന്ന് വെച്ചാൽ നെഗറ്റിവിറ്റി ഇല്ലാതാവുന്നില്ല. ഇറ്റ് ഈസ് ദേർ, ആയിക്കോട്ടെ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. നമ്മളുടെ കാര്യത്തിൽ നമ്മൾ പ്രയോറിറ്റിയിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആ ഒരു ചെറിയ കഥയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. നമുക്ക് ഓവർകമ്മിങ് നെഗറ്റിവിറ്റി എന്നുള്ള സെഷനിലേക്ക് വരാം. വാട്ട് ഈസ് നെഗറ്റിവിറ്റി എന്ന് ചോദിച്ചാൽ ഒത്തിരി ഉത്തരങ്ങളുണ്ട്. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം പറയാമോ? വാട്ട് ഈസ് നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ, ചോദിക്കുമ്പോൾ എന്താണ് മനസ്സിൽ വരിക? യെസ് സാറേ, പറഞ്ഞോളൂ. യാത്രയിലാണ്, ഒച്ചക്ക് പ്രശ്നമുണ്ട്. അതായത് നമ്മൾ നല്ല സാരമില്ല. കാര്യം ചെയ്യുമ്പോൾ എന്നെ പിന്തിരിപ്പിക്കുന്നത് നെഗറ്റിവിറ്റിയാണ്. ടു ബി ഡൗൺ ബീറ്റ് എന്ന് പറഞ്ഞാൽ പുറകോട്ട് വലിക്കുക, താഴേക്ക് തള്ളിയിടുക എന്നൊക്കെ പറയാം, അല്ലേ? ടു ഡൗൺ, പിടിച്ചു വലിക്കുക. നെഗറ്റിവിറ്റി ഈസ് ആൻ ആറ്റിറ്റ്യൂഡ്. ആ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാലോ, ആറ്റിറ്റ്യൂഡ് ദാറ്റ് ഓൾവേസ് എക്സ്പെക്ട്സ് സച്ച് നെഗറ്റീവ് തിങ്സ് ടു ഹാപ്പൻ. എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങളെ സംഭവിക്കുക എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്, ഒരു ചിന്തയാണ് എപ്പോഴും അവരെ ഭരിക്കുക. ആ ഒരു ആറ്റിറ്റ്യൂഡ്, മനോഭാവം. ഇറ്റ് ഈസ് എ ടെൻഡൻസി ടു ബി ഡൗൺ ബീറ്റ്, ടു ബി ഡിസഗ്രിയബിൾ ആണ്. ടു ബി ഡിസഗ്രിയബിൾ, സമ്മതിച്ചു തരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഉടക്കെന്നൊക്കെ നമ്മൾ മലയാളത്തിൽ പറയുന്നത്, ഡിസഗ്രി ചെയ്യുക. ടു ബി സ്കെപ്റ്റിക്കൽ, ടു ബി പെസിമിസ്റ്റിക്, ഇങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡാണ് നെഗറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരിക. എല്ലാം നെഗറ്റീവായിട്ട് കാണുക. ഈ നെഗറ്റീവ് പീപ്പിൾ എവിടെയൊക്കെയുണ്ട്? നെഗറ്റീവ് പീപ്പിളിനെ നമുക്ക് നെഗേറ്റേഴ്സ് എന്ന് പറയാം, പറ്റുമോ? നെഗേറ്റേഴ്സ് എവിടെയൊക്കെ ഉണ്ട്? എല്ലായിടത്തും ഉണ്ട്. നമുക്ക് ചുറ്റുമുണ്ട്. എവിടെ? ഇവിടെ നമ്മുടെ ഇടയിലും ഉണ്ട്. നമ്മുടെ വീട്ടിലുണ്ട്. അപ്പോ നെഗറ്റീവ് പീപ്പിളിനെ നമുക്ക് അങ്ങ് അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ വേണ്ടപ്പെട്ടവരായിപ്പോയി നെഗറ്റീവ് പീപ്പിൾ ആയതുകൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, അല്ലേ? അപ്പോ ഈ നെഗറ്റിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ആസ് വെൽ ആസ് ഇൻസൈഡ് എന്നും പറയാറുണ്ട്. നമ്മൾ നേരത്തെ ഒരു സെഷനിൽ അതേക്കുറിച്ച് പറഞ്ഞതാണ്. നമ്മുടെ എല്ലാം പെർഫെക്റ്റ് ആണ്, ബാക്കിയുള്ളവരാണ് നെഗറ്റീവ് പീപ്പിൾസ് നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ? മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് നെഗറ്റിവിറ്റി വരുന്നുള്ളൂ? അല്ല, ഇറ്റ് ഈസ് വിത്തിൻ അവർ സെൽഫ് ഓൾസോ. നമ്മുടെ ഉള്ളിലുണ്ട് നെഗറ്റിവിറ്റി. അതെന്താണ് നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റി? നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റിവിറ്റിയെ കുറിച്ച് ഉദാഹരണങ്ങൾ പറയാമോ? ഞാൻ കൊള്ളില്ല, അല്ലെ, എന്നെ കൊണ്ട് പറ്റില്ല, പിന്നെ ദേഷ്യം. അതിലൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളത് ഐ ആം ഓക്കെ, ഓക്കെ എന്നുള്ള ഒരു സെൻസ് വരുമ്പോഴാണ് ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുമായിട്ട് ആളുകൾ പുറത്തേക്ക് എത്തുന്നത്. ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. യു ആർ നോട്ട് ഓക്കെ. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓൾസോ നോട്ട് ഓക്കെ എന്നും കൂടെ വരുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ എന്താ നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല, അല്ലേ? അപ്പോൾ ഈ നെഗറ്റിവിറ്റി ഈസ് ഫ്രം ഔട്ട്സൈഡ് ആസ് വെൽ ആസ് ഫ്രം ഇൻസൈഡ്. ഇൻസൈഡിലുള്ള നെഗറ്റിവിറ്റിയെ കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. ദ വേൾഡ് ഈസ് ഗെറ്റിംഗ് വേഴ്സ് ആൻഡ് വേഴ്സ്. ഈ ലോകം എങ്ങോട്ടാ പോകുന്നത്?
നാശത്തിലേക്ക്. ചിലവരൊക്കെ പറയുമ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കാനേ കൊണ്ടുവരാന്നൊക്കെ പറയും അല്ലേ? ഈ ലോകത്തിന്റെ പോക്ക് എങ്ങോട്ടാണ്? ഇറ്റ് ഈസ് ഗെറ്റിംഗ് വേഴ്സ് ആൻഡ് വേഴ്സ്. പക്ഷെ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നില്ലേ? എത്രയോ നല്ല കാര്യങ്ങൾ സംഭവിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല? നമ്മൾ എവിടേക്കൊക്കെ പോകുന്നു അല്ലേ? ബഹിരാകാശ ഗവേഷണം കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ബട്ട് ഈ നെഗറ്റീവ് പീപ്പിൾ എപ്പോഴും ആ വശം കാണത്തില്ല, അതിന്റെ മറുവശം മാത്രമേ കാണത്തുള്ളൂ. ഇതൊക്കെ കുറെ കോടികൾ തുലയ്ക്കാനുള്ള കാര്യമാണെന്നേ, കുറെ വെട്ടി മാറ്റാനുള്ള കാര്യമാണെന്നേ എന്നൊക്കെ ആയിരിക്കും അവർ പറയുക. പക്ഷെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുമോ? അല്ലെ? അതിന്റെ നെഗറ്റീവ് വശം കാണും. ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്നൊക്കെ അവർ പറഞ്ഞു കളയും. ഐ ബെറ്റ് ഇറ്റ് വിൽ റെയിൻ ടു ഡ്യൂറിങ് ദ പിക്നിക്. ഇപ്പോൾ നമ്മളിപ്പോ ടൂറിന് പോവുകയാണെങ്കിൽ മഴ പെയ്തിരിക്കും എന്നാണ് അവരുടെ കാഴ്ചപ്പാട്. യു ആർ നോട്ട് ഗിവിംഗ് ടു മീ ടു വിൻ ദ ഗെയിം, യു ആർ നോട്ട് ഗോയിങ് ടു വിൻ ദ ഗെയിം. നീയൊക്കെ എത്ര പരിശ്രമിച്ചിട്ടും ഒരു ഫലവുമില്ല, യു ആർ നോട്ട് ഗോയിങ് ടു വിൻ. അങ്ങ് പറയുകയാണ്, പ്രസ്താവിക്കുകയാണ്. അത് അവരുടെ മനസ്സിൽ നിന്ന് ഉള്ളത് അങ്ങ് പുറത്തേക്ക് വരുന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമ്മളത് ആ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. അങ്ങനേ പറയുള്ളൂ അല്ലേ? നോ വൺ കുഡ് എവർ ലവ് മീ. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. എപ്പോഴും വിലപിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണോ വാസ്തവം? അങ്ങനെയല്ല എന്നുള്ളതാണ്. പക്ഷെ നെഗറ്റീവ് പീപ്പിളുടെ ചിന്ത അങ്ങനെയായിരിക്കും. നെഗറ്റീവ് പീപ്പിൾ ഹാവിങ് നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ എത്ര നല്ലത് പറഞ്ഞു കൊടുത്താലും ആ ഒരു പോസിറ്റീവ് മൈൻഡിൽ, പോസിറ്റീവ് മീനിങ്ങിൽ അത് എടുക്കത്തില്ല. അതിൻ്റെ അതർ സൈഡ് അവരുടെ ഭാഗത്തുനിന്ന് വരുന്നത് നെഗറ്റീവ് പീപ്പിൾ. അങ്ങനെ ചിന്തിച്ചാൽ മതി. നെഗറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും അവരുടെ. ദോഷൈക ദൃക്കുകൾ എന്നൊക്കെ പറയുന്നത്. ഫൈൻഡ് ഫോൾട്ട് വിത്ത് എനിത്തിങ്. എന്തിനെക്കുറിച്ചും കുറ്റം കണ്ടുപിടിക്കും. എനിത്തിങ് ആൻഡ് എവറിത്തിങ്. പീപ്പിൾ വിത്ത് ഹാബിച്വൽ സ്കെപ്റ്റിസിസം ആൻഡ് ഡിസഗ്രിയബിൾ ടെൻഡൻസി ടു ഡിനൈ. എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. വളരെ സത്യമായ ഒരു കാര്യം പറഞ്ഞാലും സമ്മതിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം, നെഗറ്റീവ് പീപ്പിൾ ഓൾവേസ് ടെൽ ലൈസ്. കള്ളം പറയാൻ ഒരു മടിയില്ല. കള്ളം പറയും എന്ന് പറഞ്ഞാൽ ഒരാളെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാളുടെ വാക്കിനെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംതിങ് ഡീഗ്രേഡിങ് ഹാപ്പൻസ് എന്നാണ് ഒരു ചിന്ത. അതുകൊണ്ട് കള്ളം പറഞ്ഞാണെങ്കിലും അവര് എന്താ പറയുക, അങ്ങനെ മുകളിൽ തന്നെ നിൽക്കാനുള്ള ശ്രമം നടത്തും. വൈ ഷുഡ് വി ലേൺ അബൌട്ട് നെഗറ്റിവിറ്റി ആൻഡ് നെഗറ്റീവ് പീപ്പിൾ? എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു. മാനേജിങ് നെഗറ്റീവ് പീപ്പിൾ ഈസ് എ പോസിറ്റീവ് റോഡ് to a successful future. Managing negative people is a positive route. വേണ്ട രീതിയിൽ നിർത്തേണ്ടടുത്ത് നിർത്തി അല്ലേ, അവരുടെ ആ നെഗറ്റിവിറ്റി ഉൾക്കൊള്ളാതെ അവരെ നിലയ്ക്ക് നിർത്തുക, അല്ലെങ്കിൽ നിർത്തേണ്ടടുത്ത് നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൻ്റെ പോസിറ്റീവ് റൂട്ടിന് അതൊരു വലിയ മുതൽക്കൂട്ടാണ്. അതുകൊണ്ടാണ് നെഗറ്റിവിറ്റി നമ്മൾ അറിയണമെന്നും പഠിക്കണമെന്നും പറയുന്നത്. ഞാൻ ആദ്യത്തെ സെഷനിൽ പറഞ്ഞൊരു പാഷാണം വർക്കിയുടെ ഒരു ഉദാഹരണം പറഞ്ഞു. പാഷാണം വർക്കി എന്ന് പറയുന്നത് കാലടി ഗോപിയുടെ 7 രാത്രികൾ എന്ന നാടകത്തിലെ ഒരു കഥാപാത്രമാണ്. ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ ഭിക്ഷക്കാരനാണ്. ആ ഭിക്ഷക്കാരൻ ഒരു തന്ത്രശാലിയാണ്. ചട്ടുകാലിൽ നോക്കിയാണ് ഉടനായിട്ടൊക്കെ നടക്കുന്ന ഒരു വേണേൽ നമുക്ക് പറയാം, ഭിക്ഷക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു ഫോട്ടോ ഉണ്ടാവും. ആ ഫോട്ടോയുടെ 2 സൈഡിലും, ഒരു സൈഡിൽ ക്രിസ്ത്യൻ പുണ്യാളന്റെയും മറ്റേ സൈഡിൽ ഹിന്ദു ഭഗവാന്റെയും പടമായിരിക്കും വെച്ചിരിക്കുക. ഹിന്ദു വീട്ടിലൊക്കെ ആണെങ്കിൽ ചെന്നിട്ട് ഭഗവാനെ എന്ന് പറഞ്ഞു ഭഗവാന്റെ ഫോട്ടോ ഉള്ള വശം കാണിക്കും. എന്നിട്ട് യാചിക്കും. നേരെ തിരിച്ച് ക്രിസ്ത്യൻ വീടുകളാണെങ്കിൽ പുണ്യാളന്റെ പടം കാണിച്ചിട്ടുണ്ട്, പുണ്യാള എന്നൊക്കെ പറഞ്ഞ് അവരെ വീഴ്ത്തി അവിടുത്തെ പൈസ വാങ്ങിച്ചു. അപ്പോൾ ഈസ് എൻ എക്സാമ്പിൾ ഫോർ എ നെഗറ്റീവ് പേഴ്സൺ.
സാറേ ആലിമൂടനാണ്. അഭിനയിച്ചാണ് അല്ലേ? ശരി ശരി. ആലുംകൂടെ അഭിനയിച്ചാണെങ്കിൽ തകർത്തിട്ടുണ്ട്. സൂപ്പർ ആയിരിക്കും. അപ്പോ ഇയാളുടെ മോട്ടോ എന്താണ്? ഇയാളുടെ ലക്ഷ്യം എന്താണ്? പണം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ്. വാല്യൂസ് ഇല്ല. വാല്യൂസ് അയാൾക്കൊരു പ്രശ്നമല്ല അല്ലേ? ഈ വഞ്ചന, ചതി, വേഷം കെട്ടുക, അതൊക്കെ നെഗറ്റിവിറ്റിയുടെ ഉദാഹരണങ്ങളാണ്. അത് അയാൾക്കൊരു പ്രശ്നമല്ല. അയാൾക്ക് പണം വേണം. അപ്പോൾ ഒരിക്കല് ഒരു ക്രിസ്ത്യൻ വീട്ടിൽ ചെന്നിട്ട് ഭഗവാന്റെ പടം കാണിച്ചിട്ട് പുണ്യാളാന്ന് പറഞ്ഞപ്പോൾ അവിടെ പ്രശ്നം ഉണ്ടായി പിടിക്കപ്പെട്ടു എന്നുള്ളതാണ് കഥ. അതായത് ഇത് ഓൾട്ട സംഭവിച്ചു. അയാൾ ഉദ്ദേശിച്ച രീതിയിൽ പടം വന്നില്ല, പറഞ്ഞതും മാറിപ്പോയി. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആൾക്കാർ പിടിച്ച് പഞ്ഞിക്കിട്ടു എന്നുള്ളതാണ് പാഷാണ ഭക്തിയുടെ കഥ പറയുന്നത്. അപ്പോ ആസ് ഓഫ് നൗ we have better understanding of negative people, negative styles. നമുക്ക് നെഗറ്റീവ് സ്റ്റൈലും ഒക്കെ മനസ്സിലായിട്ടുണ്ട്, നെഗറ്റീവ് പീപ്പിളിനെ മനസ്സിലായിട്ടുണ്ട്. വി ക്യാൻ യൂസ് ദി ബീപ്പ് സിസ്റ്റം. നമ്മൾ ഈ നെഗറ്റിവിറ്റി ഓവർകം ചെയ്യാനായിട്ട് ഒരു സിസ്റ്റം ഇന്ന് മനസ്സിലാക്കുകയാണ്. ബീപ്പ് സിസ്റ്റം എന്നാണ്. BEEP, ബീപ്പ് സിസ്റ്റം. ബി എന്ന് പറഞ്ഞാൽ be bold and assertive with the negatives. Be bold and assertive with the negatives. അസർട്ടീവ് ആയിരിക്കണം, ബോൾഡ് ആയിരിക്കണം. അസർട്ടീവ് ആയില്ലെങ്കിലോ അവിടെ ഒരു അയഞ്ഞ സമീപനം സ്വീകരിച്ചാലോ അവർ മുതലെടുക്കും. നമ്മളൊന്ന് അയഞ്ഞ് കിട്ടാൻ നോക്കിയിരിക്കുകയാണ് അവർ പിടിമുറുക്കാൻ, നെഗറ്റീവ് പീപ്പിൾ അല്ലേ? നമുക്ക് എത്രയോ തട്ടിപ്പുകളെ കുറിച്ച് അറിയാം. ഇപ്പോൾ ഹൈറിച്ചോ അല്ലെ, അതുപോലെ തന്നെ മാഞ്ചിയും, ആട്, കോഴി, താറാവ്, അങ്ങനെയുള്ള ഒത്തിരി കേസുകൾ നമ്മൾ കേരളീയർ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴും പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം മലയാളികളെ വഞ്ചിക്കാൻ ഏറ്റവും എളുപ്പമാണെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നെഗറ്റിവിറ്റി അതിനെ എന്താണ് ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുക, ഡിഫെൻഡ് ചെയ്യുക, നമ്മൾ അതിനൊരു ആൻറ്റിബോഡി ക്രിയേറ്റ് ചെയ്യണം. അതാണ് വേണ്ടത് എന്നുള്ളതാണ് ഈ സെഷനിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ബി ബോൾഡ് ആൻഡ് അസർട്ടീവ് വിത്ത് നെഗറ്റീവ്സ്. നെഗറ്റീവ്സ് കൊണ്ട് ബോൾഡ് ആയിരിക്കണം, അസർട്ടീവ് ആയിരിക്കണം. അവിടെ ഒരു അയഞ്ഞ സമീപനം ഒരിക്കലും പാടില്ല. എവരി വൺ ഹാസ് ടു മാനേജ് നെഗറ്റിവിറ്റി ഇൻ ലൈഫ്സ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അതിനകത്തൊരു ഒഴിവ് കഴിവില്ല. എല്ലാവർക്കും നെഗറ്റിവിറ്റിയെ അഭിമുഖീകരിച്ചേ പറ്റും ഈ ജീവിതത്തിൽ. Key to success is based on how well you are able to manage it. എത്ര ഭംഗിയായി, എത്ര മനോഹരമായി, എത്ര സക്സസ്ഫുള്ളായി അവരെ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത്. ഡിറ്റർമിൻ വാട്ട് മോട്ടിവേറ്റ്സ് ദി ഇൻഡിവിജ്വൽ. ആദ്യം അറിയേണ്ടത് എന്ത് ആണ് ആ ആളെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം, അയാളുടെ പ്രവൃത്തിയിൽ എന്താണ് അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത്. യൂസിങ് ദി സ്റ്റെപ്പ് സിസ്റ്റം. സ്റ്റെപ്പ് സിസ്റ്റം നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചാണെങ്കിൽ ഞാനൊന്ന് പറയാം. സ്റ്റെപ്പ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ STEP സ്റ്റെപ്പ് സിസ്റ്റം. ഈ മനുഷ്യരെ എല്ലാം അവരുടെ ബിഹേവിയറിനെ അടിസ്ഥാനമാക്കി 4ആയിട്ട് തിരിക്കാം. ഓക്കെ, ഒരു കൺവീനിയൻസിന് വേണ്ടി നമ്മൾ ഇവിടെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. എസ് എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ. സ്റ്റേബിൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം സ്റ്റേബിൾ ആണ്, ഉറച്ച ഒരു തീരുമാനമുണ്ട്. റിസർവ്ഡ് ആണ്, കോപ്പറേറ്റീവ് ആണ്, സിസ്റ്റമാറ്റിക് ആയിരിക്കും അവരുടെ കാര്യങ്ങൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ. സ്റ്റേബിൾ. ഓക്കെ, അതാണ് എസ്. അവരുടെ മോട്ടീവ് അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അവരുടെ പ്രവർത്തനങ്ങളുടെ ട്രിഗർ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും അറിയോ? സെക്യൂരിറ്റി ആയിരിക്കും. സെക്യൂരിറ്റി. സ്റ്റേബിൾ പീപ്പിളിന്റെ സെക്യൂരിറ്റി ആയിരിക്കും. റിസർവ് ടൈപ്പാന്ന് പറഞ്ഞു. ഇനി അവർ ടീം വർക്ക് ഇഷ്ടപ്പെടും. ഇത്രയും കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കുക. സ്റ്റേബിൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ നേരത്തെ ഒരു സെഷനിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ സ്റ്റേബിൾ എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് ആണ്, കോപ്പറേറ്റീവ് ആണ്, റിസർവ്ഡ് ആണ്, സ്പെഷ്യലിസ്റ്റ് ആണ്. അവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യൂരിറ്റിയും കോപ്പറേഷനും ആണ്. കോപ്പറേഷൻ, ടീം വർക്ക് ഇഷ്ടപ്പെടുന്നത്, അതാണ് എസ്. ദെൻ ടി എന്ന് പറഞ്ഞാൽ തറോ എന്ന് പറഞ്ഞാൽ
അവർ പെർഫെക്ഷനിസ്റ്റ് ആണ്, ഓർഗനൈസ്ഡ് ആണ്, എല്ലാം വിശകലനം ചെയ്ത് നോക്കും, ചോദ്യം ചെയ്യും, അത്ര ഇമോഷണലും അല്ല. അപ്പോൾ അവരുടെ ഒരു മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഭംഗിയായിട്ട് കൃത്യമായിട്ട് എക്സാക്ട്ലി ഇൻ ദി റൈറ്റ് വേ എല്ലാം കറക്റ്റായിട്ട് ചെയ്തു പോകണം എന്നുള്ളതാണ് തറോ ആൾക്കാരുടെ മോട്ടീവ്. ഓക്കെ, ദെൻ ഇ, എസ് ടി കഴിഞ്ഞു ഇ. ഇ എന്ന് പറഞ്ഞാൽ ഹാപ്പി. അവരുടെ മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്വാളിറ്റീസ് ആദ്യം പറയാം. അവർ ഹാപ്പിയാണ്, ടോക്കറ്റീവ് ആണ്, ഔട്ട് ഗോയിങ് ആണ്, മനുഷ്യരെയൊക്കെ ഇഷ്ടപ്പെടുന്നു, അതുപോലെ തന്നെ എല്ലാവരും എന്നെയും ഇഷ്ടപ്പെടണം എന്നുള്ളൊരു ചിന്തയാണ്. അപ്പോൾ ഇമോഷണൽ ആണ് ഇ, ഇമോഷണൽ. എസ് ഞാൻ പറഞ്ഞു സ്റ്റേബിൾ, ടി തറോ, ഇ ഇമോഷണൽ. ഇമോഷണൽ എന്ന് പറഞ്ഞാൽ സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പി പുഷർ. പുഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ കൺട്രോൾ, ക്വയറ്റ്, അസർട്ടീവ് ആണ് അവർ. എല്ലാം പെട്ടെന്ന് വേണം, ക്വിക്ക് പുഷർ അല്ലേ, ക്വിക്ക് വേണം, റിസൾട്ട് ഓറിയന്റഡ് ആണ്, അഗ്രസീവ് ആണ്, അങ്ങനെയുള്ളതാണ് പുഷർ. സ്റ്റെപ്പ് സിസ്റ്റത്തില് 4 ഞാൻ പറഞ്ഞു. എസ് സ്റ്റേബിൾ, ടി തറോ, ഇ ഇമോഷണൽ, ദെൻ പി പുഷർ. ഇത്രയും തരത്തിൽ മനുഷ്യരെ തിരിക്കാം. അപ്പോ ഇങ്ങനെയുള്ള ആൾക്കാരെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നെഗറ്റീവ് അല്ലെങ്കിൽ നമ്മളെ സമീപിക്കുന്ന നെഗറ്റിവിറ്റി കൊണ്ടുവരുന്ന ആളുണ്ടല്ലോ, വ്യക്തിയോ സാഹചര്യം എന്തും ആയിക്കോട്ടെ, അത് എങ്ങനെയുള്ളതാണ്, എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാളെ പ്രതിരോധിക്കാൻ അല്ലെങ്കിൽ അയാളെ ഡീൽ ചെയ്യാൻ, അയാളെ സമീപിക്കുവാൻ, അയാളെ അഭിമുഖീകരിക്കുവാൻ നമുക്ക് ഒരു ടാക്ടിക്സ് മെനഞ്ഞെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ സ്റ്റെപ്പ് സിസ്റ്റത്തിലൂടെ ഡിറ്റർമിൻ വാട്ട് മോട്ടിവേറ്റ്സ് ദ ഇൻഡിവിജ്വൽ. അയാളുടെ ലക്ഷ്യം എന്താണെന്നുള്ളത്, അയാൾ നമ്മളെ സമീപിക്കുക, അയാളുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, വി ഓൾ ആർ എ ബ്ലെൻഡ് ഓഫ് ഓൾ ദീസ് 4 സ്റ്റൈൽസ്. നമ്മളിലെല്ലാം ഈ സ്റ്റൈലുണ്ട്. ഈ എല്ലാ സ്റ്റൈലിൻ്റെയും കുറേശ്ശെ ഉണ്ട് അല്ലേ, ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അറിയാം. അപ്പോൾ ഒരു വ്യക്തി എങ്ങനെയുള്ള ആളാണ്, അയാൾ സ്റ്റേബിൾ ആണോ, തറോ ആണോ, ഹാപ്പി ആണോ എന്നുള്ളത് അറിയാൻ ഈ പറഞ്ഞ ക്വാളിറ്റീസിൽ ഏത് ക്വാളിറ്റീസ് കൂടുതൽ ഒരു വ്യക്തിയിൽ വരുന്നു എന്നുള്ളത് അറിഞ്ഞാൽ മതി. കാരണം ഓരോന്നിൻ്റെയും ക്വാളിറ്റീസ് നമ്മൾ കുറേശ്ശെ പറഞ്ഞല്ലോ. ആ ക്വാളിറ്റീസ് ഏറ്റവും കൂടുതൽ ആരിൽ വരുന്നു, അല്ലെങ്കിൽ ഏത് സ്വഭാവം വരുന്നു, ആ സ്വഭാവത്തിലുള്ള മനുഷ്യനായിരിക്കും ആളെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതില് സ്റ്റേബിൾ റൈറ്റ് ആണ് അല്ലെങ്കിൽ തറോ റൈറ്റ് ആണ്, ഹാപ്പി മോശമാണ്, അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഏതാണ് റൈറ്റ് എന്നോ റോങ് എന്നോ പറയാൻ പറ്റില്ല. എങ്കിലും ഈ ക്വാളിറ്റീസ് എല്ലാവരിലും ഉണ്ട്. അതിലേത് ക്വാളിറ്റിയാണോ ഡോമിനന്റ് അല്ലെങ്കിൽ റിപ്പീറ്റഡ്ലി വരുന്നത്, അല്ലെങ്കിൽ കൂടുതൽ കാണുന്നത്, ആ രീതിയിലുള്ള മനുഷ്യനായിരിക്കും അയാളെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ തിരിച്ചറിഞ്ഞ് അയാളെ ഡീല് ചെയ്യുമ്പോൾ അത് എളുപ്പമാകും എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് പറയാൻ, ഇപ്പൊ നമ്മൾ ആ ഒരു ദുബായിലെ ബിസിനസ്സുകാരന്റെ കഥ പറഞ്ഞില്ലേ, എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു നോക്കാം. അവരുടെ നീഡ്സ് ആണ്, അവരുടെ ആവശ്യങ്ങളാണ് അങ്ങനെ ചെയ്യുവാൻ അവരെ പ്രേരിപ്പിക്കുന്നത്. their നീഡ്സ്, അത് റൈറ്റ് ആണോ റോങ് ആണോ എന്ന് അവർ നോക്കുന്നില്ല. അവർ നോക്കുമ്പോൾ പണം ഉണ്ടാകണം, അതിനുവേണ്ടി എന്തും ചെയ്യുന്ന ഒരു രീതി. അതുപോലെ തട്ടിപ്പിന്റെ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. their നീഡ്സ് മോട്ടിവേറ്റ് their ബിഹേവിയർ. അപ്പോൾ എബിലിറ്റി ആൻഡ് വില്ലിംഗ്നെസ് ടു അഡാപ്റ്റ് ടു ദി നീഡ്സ് ഓഫ് അതർ പീപ്പിൾ ആൻഡ് സിറ്റുവേഷൻ ഈസ് നെസസറി. അപ്പോൾ അവരുടെ നീഡ്സിനും ഒക്കെ അനുകൂലമായി അത് ആ ഒരു സാഹചര്യമായി അഡാപ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുവാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. അതൊരു ആവശ്യമായ ഘടകം ആണെന്നാണ് പറയുന്നത്. ഒരു പ്ലാറ്റിനം റൂൾ മൈക്കിൾ ഒ കോണറും ജോണി ജാനിസ് ആൻഡ് അലേസാൻഡർ ഇവരൊക്കെ കൂടി പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റിനം റൂള് പറയുന്നു.
treat other people the way they need to be treated. Treat other people the way they need to be treated. മറ്റുള്ളവരെ അവരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത് ആ രീതിയിലേ ട്രീറ്റ് ചെയ്യാവുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെ മനസ്സിലാക്കിയേ നമ്മൾ പ്രവർത്തിക്കാവൂ. ട്രീറ്റ് അതർ പീപ്പിൾ ദ വേ ദേ നീഡ് ടു ബി ട്രീറ്റഡ്. ഓക്കെ, ഈ ബി ബോൾഡ് ആൻഡ് അസർട്ടീവ് എന്ന് പറഞ്ഞതിൽ ഡിറ്റർമിൻ വാട്ട് മോട്ടിവേറ്റ്സ് ദ ഇൻഡിവിജ്വൽ എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞത്. അതിൽ സ്റ്റെപ്പ് സിസ്റ്റം പറഞ്ഞു. സ്റ്റെപ്പ് സിസ്റ്റം അനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ അവരോട് പ്രവർത്തിക്കണം, ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ബി ബോൾഡ് ആയിരിക്കണം എന്നതിൽ വേറൊരു പോയിന്റാണ് യൂസ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി. യൂസ് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി. നമുക്കൊരു നയം ഉണ്ടായിരിക്കും അവരെ ഡീൽ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. നെഗേറ്റർ സ്റ്റൈല്, ഈ പറഞ്ഞ സ്റ്റൈൽ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്റ്റൈല് ഉപയോഗിക്കാൻ പറ്റും. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പുഷറാണെന്ന് വിചാരിക്കുക, എല്ലാ റിസൾട്ട് ഉടനെ കിട്ടുന്നത് ഒരു അസർട്ടീവാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമ്മൾ നെഗേറ്റർ തന്നെ പറയണ്ട, ആ വ്യക്തിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണമെന്ന് നമ്മൾ മുൻകൂട്ടി അറിയാം, അല്ലേ? സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാളോട് അയാളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്താണ്? സെക്യൂരിറ്റി നോക്കുന്നയാളാണ്, ടീം വർക്ക് ഇഷ്ടപ്പെടുന്ന ആളാണ്, സഹകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ അയാൾക്ക് എന്താ ചെയ്യേണ്ടത്? സഹകരിക്കാൻ ഒരു വേദി ഉണ്ടാക്കി കൊടുക്കാം നമുക്ക്, അല്ലെങ്കിൽ നല്ല സുഹൃത്തുക്കളെ കണക്ട് ചെയ്ത് കൊടുക്കാം സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്ക്, അല്ലേ? സെക്യൂരിറ്റി ഇഷ്ടപ്പെടുന്ന ആളാണ്, അപ്പോൾ ആ രീതിയിലുള്ള സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. സെക്കൻഡ്, തറോ ആയിട്ടുള്ള ഒരാളാണെങ്കിലോ അയാളെ കൂടുതൽ നിർബന്ധിക്കാൻ പോകണം. അവര് പിടിച്ച എന്താ മുയലിന് 3 കൊമ്പോ എന്ന് പറയുന്ന പോലെയുള്ള ആൾക്കാരായിരിക്കും തറോ എന്ന് പറഞ്ഞാൽ. They do things exactly the right സാറേ way. രണ്ട് കൊമ്പ് സാറേ. രണ്ട് ആയിക്കോട്ടെ, ശരി. They do things exactly the right way എന്നുള്ളതാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. അവർ സമ്മതിച്ചു തരില്ല. അതാണ് തറോ ആൾക്കാർ. ഇമോഷണൽ ആണെങ്കിലോ അവർ ഇച്ചിരി എളുപ്പമാണ്, അല്ലേ, അവരെ ഡീൽ ചെയ്യാൻ. കാരണം അവർ സ്നേഹം ഇഷ്ടപ്പെടുന്നവരാണ്, സ്നേഹിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്, അതിലേറെ സ്നേഹിക്കപ്പെടുവാൻ ഇഷ്ടപ്പെടുന്നവരാണ്. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ കരുതുന്നു ഒക്കെ പറയുമ്പോൾ ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെ അവരെ ഡീൽ ചെയ്യാൻ എളുപ്പമാണ്. അവരൊന്ന് എന്താ പറയുക, അവരെ അക്സെപ്റ്റ് ചെയ്യുക, അല്ലേ, ഒന്ന് പ്രൊമോട്ട് ചെയ്യുക, സ്തുതിക്കുക, ഇതൊക്കെ അവർക്ക് ഇഷ്ടമായിരിക്കും, ഇമോഷണൽ ആയിട്ടുള്ള. ഫോർത്ത് എന്ന് പറഞ്ഞാൽ പുഷറാണ്, റിസൾട്ട് ഓറിയന്റഡ് ആണ്, സ്പീഡാണ്, ക്വിക്കാണ്. അവർ ലാഗ് ചെയ്യുന്നൊന്നും അവർ ഇഷ്ടപ്പെടുന്നില്ല, ഉടനെ അവർക്ക് റിസൾട്ട് വേണം, പുഷർ. അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി അങ്ങനെയുള്ളവരോട് അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി നമ്മൾ നനയണം. അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജി. ദെൻ അടുത്തത് ഡിറ്റർമിൻ ദെയർ ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം ഒരു വലിയ കാര്യമാണ് ഈ പറയുന്ന നെഗറ്റിവിറ്റിയെ കുറിച്ച് പറയുമ്പോൾ. സെൽഫ് എസ്റ്റീം കുറഞ്ഞവർക്ക് നെഗറ്റിവിറ്റി കൂടും, അല്ലേ? അവർ നെഗറ്റീവായിട്ട് ചിന്തിക്കും സാധാരണഗതിയിൽ. എ പേഴ്സൺസ് ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ഹൗ ഗുഡ് ദേ ഫീൽ അബൌട്ട് ദംസെൽസ്. അവരെ കുറിച്ച് എങ്ങനെയാണ് എത്ര നല്ലതായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് സെൽഫ് എസ്റ്റീമിന്റെ ഘടകം. കുറവുള്ളവർക്ക് പുതിയ സാഹചര്യങ്ങളോട് ഭയം കാണും, അല്ലെങ്കിൽ പുതിയ ആൾക്കാരോട്, അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങളോട്, സിറ്റുവേഷൻസോട് ഒരു ത്രട്ടൻഡ് ആയിരിക്കും അവർ. നെഗറ്റീവ്സ് ടെൻഡ് ടു റിയാക്ട് ടു ത്രെട്ട് ബൈ ഫീലിംഗ് ആംഗ്രി. ഈ ത്രെട്ട് എങ്ങനെയാ അവർ പ്രകടിപ്പിക്കുക? പേടിയാണ്, അല്ലേ? എങ്കിലും ദേഷ്യപ്പെടും, ഫിയർഫുൾ ആയിരിക്കും, ഭയം കാണും കൂടുതൽ. അത് അവരെ കൂടുതൽ ദുർബലരാക്കുന്നു, സെൽഫ് എസ്റ്റീം കുറഞ്ഞു. നെഗറ്റീവ് ആസ്പെക്ട്സ് ഒക്കെ കൂടുന്നു. എന്തൊക്കെയാണ്? ഫിയർഫുൾ ആകുന്നു, ത്രെട്ടൻഡ് ആകുന്നു, ആംഗ്രി ആകുന്നു എന്നുള്ള പറഞ്ഞു. അപ്പോൾ എന്താണ് അതിന്റെ ഗുണം? ഡിറ്റർമിൻ ദെയർ ലെവൽ ഓഫ് സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീമിന്റെ ആ ഒരു തോതുണ്ടല്ലോ, അവരെത്രമാത്രം സെൽഫ് എസ്റ്റീം ഉള്ളവരാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാൽ അവരെ മുൻകൂട്ടി കണ്ട് ഡീൽ ചെയ്യാൻ പറ്റും.
സെൽഫ് എസ്റ്റീം കൂടുതലുള്ളവർക്ക് പുതിയ സിറ്റുവേഷൻസിനെ അവസരങ്ങളായി കാണാൻ സാധിക്കും. സെൽഫ് എസ്റ്റീം ഇല്ലാത്തവർ പുതിയ സാഹചര്യങ്ങളിൽ ബെവിൽഡേഡ് ആകും, അല്ലെ, അതിൽ നിന്ന് പിന്തിരിയാൻ നോക്കും, അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ ദേഷ്യം പ്രകടിപ്പിക്കും. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. പക്ഷെ അത് ഒരു അവസരമാക്കി മാറ്റാൻ സെൽഫ് എസ്റ്റീം കൂടുതലുള്ളവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഈ നെഗേറ്ററെ നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ അയാളുടെ ത്രട്ടൻഡ് ആണെങ്കിൽ ആ ത്രട്ട് മാറ്റാൻ നോക്കാം. ഓക്കെ, നെഗേറ്ററിന്റെ സെൽഫ് എസ്റ്റീം ഉയർത്തി വിജയത്തിലേക്ക് നയിക്കാൻ സഹായിക്കും. അയാളുടെ സെൽഫ് എസ്റ്റീം ഉയർത്തുന്ന രീതിയിൽ നമുക്ക് അദ്ദേഹത്തെ ഡീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയാകുമ്പോഴത്തേക്ക് അദ്ദേഹം ലെസ് ഫീൽ ത്രട്ടൺ, ആ പേടി കുറയും എന്നാണ് പറയുന്നത്. മേക്ക് ദം ഫീൽ മോർ കോൺഫിഡൻറ്റ്. സെൽഫ് എസ്റ്റീം ഉയർത്തി അവർ വളരെ കോൺഫിഡൻ്റ് ആക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. സീ വാട്ട് മോട്ടിവേറ്റ്സ് ദം, അവരെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കണം. എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത്? ആ സ്റ്റെപ്പ് സിസ്റ്റത്തിൽ നമ്മൾ കണ്ടു. ബിൽഡ് എ റാപ്പോ ബിൽഡ് ചെയ്യുക, നല്ല സൗഹൃദാന്തരീക്ഷം സൃഷ്ടിക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറയുന്നു. ടു റെഡ്യൂസ് പെർസീവ്ഡ് ത്രെട്ട്. അവർ ഒരു പെർസീവ്ഡ് ത്രെട്ടാണ് അവരെ അലട്ടുന്നത്, അല്ലേ? അവരിങ്ങനെ പെർസീവ് ചെയ്യുക. ആക്ച്വലി അങ്ങനെ ഒരു ത്രെട്ട് ഫീൽ ചെയ്യേണ്ട കാര്യം അവിടെ ഇല്ല. ഇറ്റ് ഈസ് എ പെർസീവ്ഡ് ത്രെട്ട്. അപ്പോൾ നമുക്ക് നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് നിങ്ങൾ എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പകരം യൂസ് ഐ മെസ്സേജസ്, ഞാൻ എന്നുള്ള, അല്ലേ, മെസ്സേജസ് ഉപയോഗിച്ചുകൊണ്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ദെൻ അവരോട് സംസാരിക്കുമ്പോൾ, സെൽഫ് എസ്റ്റീം കുറഞ്ഞ അവരോട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നെഗറ്റീവ്സിനോട് സംസാരിക്കുമ്പോൾ, കീപ് യുവർ വോയിസ് ലെവൽ ലോ. അവരോട് ശബ്ദം താഴ്ത്തി വേണം സംസാരിക്കാൻ, സമാധാനത്തിൽ വേണം സംസാരിക്കാൻ, അല്ലേ? വേണമെങ്കിൽ സമഭാവനയോടെ വേണം സംസാരിക്കാൻ. അവരുടെ ലെവലിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അപ്പോൾ അവർക്കൊരു എന്താ പറയുക, അവർക്കൊരു അംഗീകാരം, ഒരു അക്സെപ്റ്റൻസ് കിട്ടും. നമ്മൾ ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതിന് വേറൊരു മീനിങ്. ഇയാൾ എന്നെ ഭരിക്കാൻ വരികയാണോ, ഇയാൾ കമാൻഡ് ചെയ്യുകയാണോ എന്നൊക്കെ ഒരു ചിന്ത വരും, അല്ലേ? അത് വരാതിരിക്കാൻ വേണ്ടിയാണ് പറയുക, കീപ് യുവർ വോയിസ് ലെവൽ ലോ. ഐഡന്റിഫൈ പാസ്റ്റ് റെക്കഗ്നിഷൻസ്. ഒരു നെഗേറ്റർ ആണെങ്കിലും, അല്ലെങ്കിൽ നമ്മൾ ഏതൊരു വ്യക്തിയാണെങ്കിലും, ഹി വിൽ ഹാവ് അച്ചീവ്മെന്റ്സ്. അതിനെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കും. ഒരു പോസിറ്റീവ് സിറ്റുവേഷൻ നേരത്തെ ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാമെങ്കിൽ, യു ഹാവ് ഡൺ എ ഗ്രേറ്റ് ജോബ്, അന്ന് നിങ്ങൾ ചെയ്തത് വലിയ കാര്യമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ബൂസ്റ്റപ്പ് ആവും, അല്ലേ? അങ്ങനെ നമ്മൾ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കണം. പ്രൊവൈഡ് ട്രെയിനിങ്. നമുക്ക് പിന്നെ ചെയ്യാവുന്നത് അവർക്ക് ട്രെയിനിങ് കൊടുക്കാം, പരിശീലനം കൊടുക്കാം. അവരെ നമുക്ക് നന്നാക്കുക, അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ആസ് ഫാർ ആസ് പോസിബിൾ നമുക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. അറിയാവുന്ന ആൾക്ക് ചെയ്യാം. ദെൻ നല്ല എക്സ്പോസർ കൊടുക്കുക. നെഗറ്റീവ് പീപ്പിൾ മിക്കവാറും ഇൻട്രോവേർട്ട് ആയിരിക്കും, തന്നിലേക്ക് ഒതുങ്ങുന്നവരേക്ക്. അവർക്കൊരു പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ടു ഗെറ്റ് എക്സ്പോസ് ടു ന്യൂ ടെക്നോളജി. പുതിയ അവസരങ്ങളായിരിക്കാം, പുതിയ ടെക്നോളജിയായിരിക്കാം, പുതിയ സമീപനങ്ങളായിരിക്കാം, പുതിയ സാഹചര്യങ്ങളായിരിക്കാം. അവിടേക്കാണ് അവർ ബെവിൽഡേഡ് ആകുന്നത്, വിഷമിക്കുന്നത്, ത്രട്ടൻഡ് ആകുന്നത്, ഫീൽ ഇറിറ്റേറ്റഡ് ആകുന്നത്, ഫീൽ ആംഗ്രി ആകുന്നത്. അപ്പോൾ അവർക്ക് നമുക്ക് ട്രെയിനിങ് കൊടുക്കാം, പുതിയ ടെക്നോളജി, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അവരെ പഠിപ്പിക്കാം, പുതിയ സമീപനങ്ങൾ. അങ്ങനെ ചെയ്താൽ പോരാ, നമുക്ക് ഇങ്ങനെ നീങ്ങിയാൽ യു വിൽ ഗെറ്റ് ബെറ്റർ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ നല്ലൊരു സമീപനം അവർക്ക്, അല്ലെങ്കിൽ പുതിയൊരു സാഹചര്യം നമുക്ക് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മളൊക്കെ അവഗണിക്കുന്ന ഒരു കാര്യമാണ് ലിസൺ ആൻഡ് സപ്പോർട്ട്. എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്, കുറേ പേരുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും ഇടയ്ക്ക് ആവശ്യമുള്ള കാര്യമായിരിക്കും നമ്മൾ ഇടയ്ക്കൊന്ന് സപ്ലിമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുക. കേൾക്കത്ത് പോലുമില്ല, അത് അന്തരീക്ഷത്തിലേക്ക് പോകും.
ആ രീതിയിൽ ടോക്കറ്റീവ് ആയിട്ടുള്ളവരുണ്ട്. അവര് ലിസൺ ചെയ്യുന്നില്ല. അവര് മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ നമ്മൾ ഇവരെ കേൾക്കാൻ തയ്യാറാവണം. ഒരു വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രശ്നം ഉള്ള ഒരു വിഷയമായിട്ടാണ് നമുക്കിതിനെ കാണാൻ പറ്റുക. ആർക്കും സമയമില്ല. അതിന് പല ഘടകങ്ങളുണ്ട്. അതൊക്കെ വേറെ വിഷയങ്ങളാണ്. മൊബൈല് കാര്യങ്ങൾ, നെറ്റ്, ഇതൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം. അച്ഛനെ കേൾക്കാൻ മകന് സമയമില്ല, മകനെ കേൾക്കാൻ അച്ഛന് സമയമില്ല, അമ്മയ്ക്ക് സമയമില്ല, പഠിക്കുന്ന കുട്ടികളെ ശ്രദ്ധിക്കാൻ സമയമില്ല, അവരുടെ സ്കൂളിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കാനുള്ള സമയമില്ല, അവനെന്തെങ്കിലും പറയാനായിട്ട് ആഗ്രഹിച്ച് വന്നു കഴിഞ്ഞാൽ അത് കേൾക്കാനുള്ള മനസ്സില്ല, സമയമില്ല. ഞാൻ എൻഗേജ്ഡാണ്, നീ അമ്മയോട് പറ. അപ്പോൾ അവൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ ഒരു കാര്യമായിരിക്കും നിങ്ങളോട് പറയാൻ വരിക, അല്ലെങ്കിൽ അവളുടെ ജീവിതത്തിൽ ഒരു നിർണായകമായ കാര്യമായിരിക്കും ആ സമയത്ത് പറയാൻ വരിക. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ആ കുട്ടിയുടെ ജീവിതത്തിൽ ഒരു വലിയൊരു ബ്ലാക്ക് മാർക്കായിട്ട് അവശേഷിക്കും. അവൻ്റെ മനസ്സിലൊരു ഹർട്ടായിട്ട് അവശേഷിക്കും. എന്നെ കേൾക്കാൻ ആരുമില്ല, അല്ലേ? ഓക്കെ. ഇൻവോൾവ് ദി ഇൻഡിവിജ്വൽ ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് എന്ന് പറയുമ്പോൾ മുകളിലുള്ളവരങ്ങ് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനമാണ് നമ്മൾ എല്ലായിടത്തും കാണുക. വീട്ടിലാണെങ്കിൽ അപ്പൻ അല്ലെങ്കിൽ അമ്മ അവരെ മറ്റ് അംഗങ്ങൾ ഉണ്ടെന്ന് പോലും ചിന്തിക്കുന്നില്ല. മക്കളോടാണെങ്കിൽ പോലും, കൊച്ചു കുട്ടിയാണെങ്കിൽ പോലും അവരോട് ഡിസിഷൻ മേക്കിങ്ങിൽ അവരുടെ അഭിപ്രായം ചോദിക്കണം. ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത, നമ്മൾ മനസ്സിൽ കാണാത്ത നല്ലൊരു പോയിന്റ് ആയിരിക്കും അവരുടെ മനസ്സിൽ നിന്ന് വരിക, അവരുടെ വായിൽ നിന്ന് വരിക. കാരണം ഇന്നത്തെ കുട്ടികൾ പഴയതുപോലല്ല. ദേ നോ എവറിത്തിങ്, എല്ലാം അവർക്കറിയാം. പക്ഷേ അവിടെയുള്ളൊരു പ്രശ്നം ഇപ്പോഴും കുട്ടികൾ വഴിതെറ്റുന്നുവെങ്കിൽ ദർ ഈസ് പ്രോബ്ലം വിത്ത് പേരൻസ്, ഓക്കെ, സൊസൈറ്റി. അതൊക്കെ നമുക്ക് വേറെ വിഷയമാണ്. കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി ആൻഡ് ഓഫൺ. ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമ്മൾ പറയാറില്ലേ, മുഖത്ത് നോക്കി പറയണം എന്ന് പറയാറില്ലേ? മുഖത്ത് നോക്കി പറഞ്ഞാലുള്ള ഗുണം എന്താണ്? ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്, ഞാൻ നിന്നെ അംഗീകരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് മുഖത്ത് നോക്കി പറയുന്നു. അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് വേയിലൂടെ മറ്റാരിലൂടെയോ, അല്ലെങ്കിൽ മുഖത്ത് നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കുന്ന ഇതിൽ പറയുമ്പോഴോ അത് കൺവേ ചെയ്യുന്ന മീനിങ്, മെസ്സേജ് ഈസ് ഡിഫറെന്റ്. അപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ഡയറക്ട്ലി ആൻഡ് ഓഫൺ എന്ന് പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് അല്ല വേണ്ടത്. ഓഫൺ, പറ്റുമ്പോഴൊക്കെ, മിക്കവാറും എന്നാണ് പറയുക. ബി റെസ്പോൺസീവ് ടു സജഷൻസ് ആൻഡ് ഐഡിയാസ്. അവർ നൽകുന്ന സജഷൻസ്, ഐഡിയാസ് ഒക്കെ നമ്മൾ അതിനോട് നല്ല പ്രതികരണം കാണിക്കണം എന്നും പറയുന്നു. ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ഹൗ ടു ഓവർകം നെഗറ്റിവിറ്റി എന്നുള്ള കാര്യത്തെക്കുറിച്ചാണെന്നുള്ളത് ഇടയ്ക്ക് ഓർത്തുകൊള്ളുക. കാരണം ഇതൊരു കോമൺ സബ്ജക്റ്റുമായിട്ട് നമുക്ക് തോന്നാം, പക്ഷേ എല്ലാം കോമൺ ഒക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്യുന്നത് ടു നെഗറ്റീവ് പീപ്പിൾ, അവരെ എങ്ങനെ പോസിറ്റീവ് ആക്കാം, അല്ലെങ്കിൽ ഹൗ ടു ഡീൽ വിത്ത് നെഗറ്റിവിറ്റി എന്നുള്ളതാണ്. അടുത്തത് ഈ പറയുന്ന ബോൾഡ് എന്നുള്ള കാര്യത്തിൽ തന്നെ മേക്ക് ദ സിറ്റുവേഷൻ മോർ ചാലഞ്ചിങ്. അതെങ്ങനെ ആക്കാൻ പറ്റും? ഓരോ വ്യക്തിയുടെയും മോട്ടിവേഷൻ എന്താണെന്ന് നമുക്കറിയാം, അവരുടെ പ്രധാന മോട്ടിവേറ്റേഴ്സ് എന്താണെന്ന് അറിഞ്ഞിട്ട് അത് പ്രൊമോട്ട് ചെയ്യുക. അപ്പം they will take up responsibilities. Take steps to make the new situation look like more of an opportunity to grow. എന്ത് സാഹചര്യമായാലും അത് ഒരു വളരാനുള്ള ഒരു സാഹചര്യമാണ്. അവിടെ ഒരു നെഗറ്റിവിറ്റി അല്ല. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമ്മൾ നെഗറ്റീവ് പലപ്പോഴും കാണും, ബട്ട് ദാറ്റ്സ് ആൻ ഓപ്പർച്യൂണിറ്റി, അല്ലേ? നമുക്ക് ഈ ലോകത്ത് വന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കോവിഡ് വന്നപ്പോൾ. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എനിക്കുണ്ടായൊരു ആക്സിഡൻറ്റ്, ഇതെല്ലാം ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടു. ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ എടുക്കാൻ കൂടുതൽ ശ്രദ്ധിച്ചത്. അപകടം പറ്റി ഒരു വർഷത്തോളം അങ്ങനെ ഇരുന്നു. അത്
ഒരു അതിനെ നെഗറ്റീവായിട്ട് ഞാൻ കണ്ടു ആദ്യം. എല്ലാം തകർന്നു, ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് വരെ ചിന്തിച്ചു. നടക്കാൻ പറ്റുമോ, ഓടാൻ പറ്റുമോ, കാലിനാണ് പറ്റിയത്. പക്ഷേ ദാറ്റ് വാസ് ആൻ ഓപ്പർച്യൂണിറ്റി എന്ന് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ ആക്കിയെടുക്കണം. അതിന് ബോധപൂർവമായ ശ്രമം വേണം. ഈ സിനിക്കൽ, എന്തിനും കുറ്റം പറയുന്ന ആൾക്കാരുണ്ടല്ലോ, നീഡ് ഫോർ, അവർക്ക് വേണ്ടത് പ്രിസിഷൻ, ആക്യുറസി, ക്വാളിറ്റി ഒക്കെയാണ്. അവർക്ക് അവരുടെ ആ ക്വാളിറ്റി മാറ്റിയെടുക്കണം, അല്ലേ? കുറ്റം പറയുന്ന എന്തിന് കുറ്റം പറയുന്ന ആൾക്കാർ നമുക്ക് നമ്മുടെ ഇടയിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നെഗേറ്ററാണ്. നെഗേറ്റർ, ദോഷൈക എതിർപ്പ്. എക്സാമ്പിൾ, ഒരു ന്യൂ വേർഡ് പ്രോസസ് ആൻഡ് ഗ്രാഫിക്സ് ഒരു ഓഫീസാണെന്ന് വിചാരിക്കുക. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. സൂപ്രണ്ട് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അവിടുത്തെ സെക്രട്ടറി അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആള് ഇച്ചിരി നെഗറ്റീവ് ആളാണ്. അപ്പോൾ അയാളെ നമ്മൾക്ക് എങ്ങനെ ഡീൽ ചെയ്യാൻ പറ്റും? ഈ ഓപ്പർച്യൂണിറ്റി എന്നുള്ള ഒരു ആസ്പെക്ട് വെച്ചുകൊണ്ട് പറയാം. ഇതൊരു പുതിയ സിസ്റ്റമാണ്. ഒരു വേർഡ് പ്രോസസ്സിംഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. വേർഡ് പ്രോസസ്സർ ആൻഡ് ഗ്രാഫിക്സ് ആ ഓഫീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവാണ്. പക്ഷേ സെക്രട്ടറി നെഗറ്റീവാണ്. അയാൾ എപ്പോഴും നെഗറ്റീവ് ആണെന്ന ഒരു വ്യക്തിയാണ്. കൊണ്ടുവരുന്നു കുന്തം, ഇനിയിപ്പം എന്തായിരിക്കും എന്നൊക്കെയുള്ളൊരു ചിന്തയിലാണ് അയാൾ നടക്കുക. അയാളെ എങ്ങനെ നമുക്ക് മാറ്റാം? എങ്ങനെ മാറ്റാം? പോസിറ്റീവായിട്ട് ചിന്തിക്കാം. ആർക്കെങ്കിലും പറയാം? സാറേ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യേ സാറേ. സോറി, ഞാൻ കേട്ടു. എന്തോ സാർ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം, ഞാൻ ശ്രദ്ധിച്ചു. ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അതെ. ഇപ്പൊ ഒരു ഓഫീസിൽ ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരിക. വേണ്ട, നമ്മൾ കമ്പ്യൂട്ടർ വന്ന കാര്യം ഒന്ന് ആലോചിക്കുക. ഓഫീസിലേക്ക് പുതിയ കമ്പ്യൂട്ടർ വരുന്നു. അപ്പോൾ അവിടെയുള്ള ആ ടൈപ്പ് ചെയ്യുന്ന ടൈപ്പിസ്റ്റ് ജോലിക്കാരുടെയൊക്കെ ഒരു ചിന്ത എന്തായിരിക്കും? നെഗറ്റീവാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെന്ന് വിചാരിക്കുക, നെഗറ്റീവ്, വരുന്നു, ഇനിയിപ്പോൾ എൻ്റെ പണിയെല്ലാം പോകും, നമുക്കൊക്കെ ഇനി എന്ത് വില ഇവിടെ എന്നൊക്കെയുള്ള ആ രീതിയിലാണ് ചിന്തിച്ച് നിൽക്കുകയാണ്. ആ നിൽക്കുന്ന ആളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാം? അതാണ് ചോദ്യം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞോട്ടെ. പറഞ്ഞോളൂ സാറേ. അതിന്റെ നല്ല വശങ്ങളെ പറ്റിയിട്ട് ഒരു മൊത്തത്തിലൊരു എക്സാക്ട്ലി ദാറ്റ്. അതിന്റെ ഗുണവശങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനിയിപ്പം നിന്റെ ജോലിയൊക്കെ വളരെ ഭംഗിയായി ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനുള്ള സിസ്റ്റം ഒക്കെ ഉപയോഗിച്ച് ഗ്രാഫിക്സ് ഒക്കെ അടിപൊളിയാക്കാൻ പറ്റും. ഇതിന്റെ ലെവല് ഈ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം വരുമ്പോഴത്തേക്ക് ഉയരാൻ പോവുകയാണ് എന്നൊക്കെ അങ്ങോട്ട് പറഞ്ഞ് അയാളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും, അല്ലേ? ആദ്യമായിട്ട് കമ്പ്യൂട്ടർ പഠിക്കുന്ന, അല്ലെ, ആദ്യമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എക്സ്പേർട്ട് ആവും നീ. നീ ആയിരിക്കും ഇവിടുത്തെ ഇനി രാജാവ്, ഇനി വരുന്നവരെയൊക്കെ ഭരിക്കാം എന്നൊക്കെ ഉള്ളൊരു നല്ല ഇത് കൊടുക്കാം. അപ്പോൾ അടുത്തത് നമുക്ക് 8 മണിയായി. അടുത്ത ഇ ആണ്. ബീപ്പിലെ ബി ബോൾഡ്. ഇനി എക്സ്പ്രസ് ദി പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്ലിയർലി. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലേ? എക്സ്പ്രസ് ദ പ്രോബ്ലം ആൻഡ് സൊല്യൂഷൻ ക്ലിയർലി. പ്രോബ്ലം മനസ്സിലാകാണ്, ക്ലിയർ ആയിരിക്കണം. Prepare your strategies in advance before confronting a negative person. ഒരു നെഗറ്റീവ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് നമ്മളെ സമീപിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ സമീപിക്കാൻ പോകുന്നത്. അതിൽ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് നമ്മൾ മുൻകൂട്ടി ഒരു ധാരണ ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് 2 steps ആണ് ഇതിൽ പറയുന്നത്. ഡിസ്ക്രൈബ് ബിഹേവിയേഴ്സ് ആൻഡ് ഡിറ്റർമിൻ കോസസ്. പ്രിപ്പയർ യുവർ സ്ട്രാറ്റജി ഇൻ അഡ്വാൻസ്. അപ്പോൾ ഒരു സിറ്റുവേഷൻ ആണ് എന്ന് വിചാരിക്കുക. ആ സിറ്റുവേഷൻ ഡിസ്ക്രൈബ് ചെയ്യാം, അതിൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുക. വളരെ ക്ലിയർ ആയിട്ട് ആ ഒരു സിറ്റുവേഷൻ, ബിഹേവിയറൽ സിറ്റുവേഷൻ, ആ ഒരു എങ്ങനെയാണ് ആ ഒരു പെരുമാറ്റ വൈകല്യം, നെഗറ്റിവിറ്റി ഉണ്ടായതെന്നുള്ളതും
അതിന്റെ കാരണങ്ങൾ കണ്ടുപിടിക്കുക. ഡെവലപ്പ് സൊല്യൂഷൻസ് ആൻഡ് പ്രിപ്പയർ എ സ്ക്രിപ്റ്റ്. അപ്പം നമ്മൾ അത് മനസ്സിൽ കണ്ടാലും മതി. ഇപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കണമെന്നില്ല. ഒരു നെഗറ്റീവ് സംഭവം അവിടെ സംഭവിച്ചു, നമ്മൾ ഇന്നത്തെ വാർത്ത തന്നെ എടുക്കാം. ഓക്കെ, ബിഹേവിയറൽ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചെന്ന് പറയാം. പിന്നെ അതിന്റെ കാരണങ്ങൾ കണ്ടെത്തുക, മനസ്സിൽ കാണുക. അത് അതിനെ എങ്ങനെ അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്നുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കുക. അപ്പോൾ സംഭവം വിവരിക്കുക. എക്സാമ്പിൾ നിസ്സാരമാണ്. സംഭവം ക്ലിയർ ആയിട്ട് വിവരിക്കുക, അതിനെ ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ സൊല്യൂഷൻ എന്താണെന്നുള്ളത് എഴുതി തയ്യാറാക്കുക. ഞാനായിരുന്നെങ്കിൽ എന്ത് ചെയ്തേനെ? ഓക്കെ, സ്റ്റെപ്പ് 1, നെഗറ്റീവ് പേഴ്സൺസ് ഓർ നെഗറ്റീവ് തോട്ട്സ് സിറ്റുവേഷൻസ് നേരിടാൻ എക്സ്പ്രസ് ദ പ്രോബ്ലം ഇൻ ക്ലിയർ ബിഹേവിയറൽ ടേംസ്. ആ സിറ്റുവേഷൻ ഒരു വീഡിയോ ടേപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ള രീതിയിൽ കാണുക. അപ്പൊ ആ കഥയൊന്ന് ഓർത്ത് നോക്കിയാൽ മതി. വീഡിയോ ടേപ്പ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് കാണുക. അത് ഡിസ്ക്രിപ്റ്റീവായിട്ട് ചെയ്യുക. ഓക്കെ, വേറൊരു എക്സാമ്പിളും കൂടെ പറയാൻ സമയമുണ്ടോ നോക്കാം? ഓക്കെ, എന്താ സാറേ, പറഞ്ഞോളൂ. നിർത്താറായോ എന്ന് ഞാൻ ചോദിച്ചത്. എല്ലാം സാർ തീരുമാനിച്ചു. 8:04, 10 മിനിറ്റ് എടുക്കും. ഓക്കെ, ഞാൻ when I got to work, John was yelling and hollering like he lost his mind. He really chewed me out. ഒരു വിഷയമാണ്. അപ്പം ഞാൻ ഓഫീസിലേക്ക് കയറി ചെന്നപ്പോൾ ജോൺ വളരെ അസ്വസ്ഥനായി, അയാൾ മനസ്സ് നഷ്ടപ്പെട്ടതുപോലെ, അയാളുടെ സമനില തെറ്റിയതുപോലെ കിടന്ന് ഒച്ച വെച്ചു എന്നാണ് ഒരു കാര്യം. അത് ആ പ്രോബ്ലം എങ്ങനെ വെല്ലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. അത് നോക്കൂ. ഐ വാക്ക്ഡ് ഇൻ ടു ജോൺസ് ഓഫീസ് അറ്റ് 8:30 AM. കൃത്യമായിട്ട് ഞാൻ 8:00 ജോണിന്റെ ഓഫീസിൽ കയറി ചെന്നപ്പോൾ അയാൾ ഉച്ചത്തിൽ എന്നോട് സംസാരിച്ചു. മുഖം വളരെ ഫ്ലഷ്ഡ് ആയി. He said that the report he wanted from me was not ready at 8 AM. 8 മണിക്ക് തയ്യാറാക്കി തരേണ്ട റിപ്പോർട്ട് നീ ഇതുവരെ തയ്യാറാക്കി തന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. And he was upset because it was not ready. ജോൺ വളരെ അപ്സെറ്റ് ആയിരുന്നു, ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് റെഡി. മറ്റേ ആദ്യം പറഞ്ഞതോ, ഞാനിങ്ങോട്ട് കയറി ചെന്നപ്പോൾ അയാൾ എന്നെ ആക്രോശിച്ചു, വഴക്ക് പറഞ്ഞു, ബഹളം വെച്ചു. പക്ഷേ രണ്ടാമത് പറഞ്ഞ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ 8:30 ചെന്നപ്പോൾ 8 മണിക്ക് കിട്ടേണ്ട റിപ്പോർട്ട് കിട്ടിയില്ല എന്ന് ജോൺ പറഞ്ഞു. ജോൺ വളരെ അസ്വസ്ഥനായി കാണപ്പെട്ടു. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ ചെയ്യേണ്ടത് എന്താണ്? To express the negative situation well, use the 5 whys method. Ask questions. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കേണ്ടതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ ഒരു ഉദാഹരണം പറഞ്ഞത്. ആ ഉദാഹരണം നമുക്ക് അടുത്ത 1-2 സ്റ്റെപ്പിലേക്ക് ആവശ്യം വരും. അതുകൊണ്ടാണ് ഞാനത് വായിച്ചത്. ഡിസ്ട്രാക്ട് ദ സിറ്റുവേഷൻ ആൻഡ് ടെൻഡ് ടു എറൗസ് മോർ ഇമോഷൻ. അല്ലേ, ആദ്യത്തിൽ വളരെ ഇമോഷണലായിട്ടാണ് പ്രതികരിച്ചത്. അപ്പോൾ ഈ രണ്ടാമത്തെ രീതിയിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പാണ് പറയുക. ടു എക്സ്പ്രസ് ദ നെഗറ്റീവ് സിറ്റുവേഷൻ വെൽ, യൂസ് ദി 5 Ws മെത്തേഡ്. ആസ്ക് ക്വസ്റ്റ്യൻസ്. അത് നിങ്ങൾക്കറിയാം ഏതൊക്കെയാണ് 5 Ws എന്ന്. റോയ് സാർ എന്ന് പറയാമോ? വാട്ട്, വെൻ, വൈ, വെൻ, വെയർ, ഹൂ. കൂടെ ഒരു ഹസ്ബൻഡുകളുണ്ട് സാറേ, ഹൗ. ഓക്കെ, അപ്പോ ഈ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻസ് ഹു ഓൾ ആർ ഇൻവോൾവ്, അതാണ് ഹു ഒന്നാമത്തത്. ഹു ഓൾ ആർ ഇൻവോൾവ്. ദെൻ എന്തായിരുന്നു ചെയ്തത്? വാട്ട് വാസ് ദി ഇവന്റ്, സംഭവം എന്തായിരുന്നു? വെൻ, അത് എപ്പോഴാണ് സംഭവിച്ചത്? എവിടെയാണ് സംഭവിച്ചത്? അവസാനം വരുന്നു വൈ ഇറ്റ് ഹാപ്പൻഡ്. കോസ്, ടു ഫൈൻഡ് ദ കോസ്. ഈ 5 വഴികളാണ്, 4 വഴികൾ, 5 വഴി അതിന്റെ കാരണത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഹു, വാട്ട്, വെൻ, വെയർ. ഓക്കെ, എന്നിട്ട് ഈ
അഞ്ചാമത്തെ വൈ, അത് എന്താ പറയുക, അതാണ് കോസസ്, ഇതിൻ്റെ എല്ലാം കാരണം അതാണ്. അതിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. സ്റ്റെപ്പ് 2, തിങ്ക് ഓഫ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് നെഗറ്റീവ് ബിഹേവിയർ വാസ് ഇൻവോൾവ്. Express the problem in behavioral terms. How it would look like in a video tape. നമ്മൾ പറഞ്ഞതാണ്. Examine possible solutions and likely results. Causes നമ്മൾ കണ്ടു കഴിഞ്ഞാൽ, why it happened എന്ന് പറയുമ്പോൾ അതിന്റെ കാരണങ്ങളാണ്. കാരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ examine possible solutions. സാധ്യമാകുന്ന അതിന്റെ സൊല്യൂഷൻസ് എല്ലാം നമ്മൾ പരിശോധിക്കണം. നമ്മൾ അത് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് പോസിബിൾ സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. ലൈക്ലി റിസൾട്ട്സ്, സൊല്യൂഷനും കാണണം, അതിൻ്റെ റിസൾട്ടും കാണണം. ഈ ജോണിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഒന്ന് നോക്കാം. എന്തൊക്കെയായിരിക്കാം കാരണം? ജോൺ നേരത്തെ ഈ കാര്യം പറയാതെ പോയതായാലോ, forgot to tell clear directions. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ജോൺ അപ്സെറ്റ് ആയത്. 8 മണിക്ക് തന്നെ കിട്ടണമെന്നുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടിയില്ല, അല്ലെ കൊടുത്തില്ല, അതുകൊണ്ടായിരിക്കാം ജോൺ അപ്സെറ്റ് ആയത്. അങ്ങനെ വരാൻ പാടില്ലേ. അപ്പോൾ അതിന് വേണ്ടത് പ്രോപ്പർ റിമൈൻഡർ ഡയറിയോ അല്ലെങ്കിൽ റിമൈൻഡ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇമ്പോർട്ടൻസ് വ്യക്തമാക്കണം. അതെ, ഇമ്പോർട്ടൻസ് കൃത്യമായിട്ട് വ്യക്തമാക്കണം, പറയണം. അതിന്റെ ടൈമിന്റെ ഇമ്പോർട്ടൻസ് ഇന്ന സമയത്ത് എന്നുള്ളത്, അല്ലേ, അത് പറയേണ്ടിയിരുന്നു, ചിലപ്പോൾ പറഞ്ഞിട്ടില്ലായിരിക്കാം. നോട്ട് ലിസണിങ് ടു ജോൺ പ്രോപ്പർലി, ഇയാൾ ചിലപ്പോൾ ജോണിനെ നല്ലതായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം. അയാൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും, പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ വരാതിരിക്കാനായിട്ട് അപ്രോപ്രിയേറ്റ് നടപടികൾ എടുക്കണം, അല്ലേ. അങ്ങനെയുള്ള സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുക. നോട്ട് ടേക്കിംഗ് ഹിസ് വേർഡ്സ് സീരിയസ്ലി, ജോൺ പറഞ്ഞ കാര്യം അത്ര സീരിയസ് ആയിട്ട് മറ്റേ ആൾ എടുത്തില്ല, അങ്ങനെയാവാം, അതുകൊണ്ടും ആയിരിക്കാം. പിന്നെ നോ വൺ അപ്രീഷിയേറ്റ്സ് ജോൺസ് എഫേർട്സ്, ജോണിന്റെ എഫർട്ടുകൾ ആരും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു തോന്നൽ അയാൾക്കുള്ളതുകൊണ്ടാണ്, അങ്ങനെയാണ് അയാൾ അപ്സെറ്റ് ആയത്. ഇങ്ങനെ 3-4 കാരണം നമ്മൾ ഇങ്ങനെ ഇനിയും ചിന്തിച്ചാൽ കൂടുതൽ കിട്ടും. അങ്ങനെ ചിന്തിച്ചിട്ട് ആ സിറ്റുവേഷന്റെ സൊല്യൂഷനും അതിന്റെ റിസൾട്ടും നമ്മൾ മനസ്സിൽ കണ്ടെത്തുക അല്ലെങ്കിൽ കുറിച്ച് വയ്ക്കുക എന്നുള്ളതാണ് പറയുന്നത്. എന്നിട്ട് ആ ബെസ്റ്റ് സൊല്യൂഷൻ ഏതാണെന്നോ അത് അഡോപ്റ്റ് ചെയ്യുക, ഇംപ്ലിമെന്റ് ചെയ്യുക. സ്റ്റാർട്ട് സ്ലോലി ആൻഡ് കോഷ്യസ്ലി, ഫോളോ അപ്പ്, ഇവാലുവേറ്റ് ആൻഡ് മോഡിഫൈ ദി സൊല്യൂഷൻ ആസ് റിക്വയർഡ്. ഈ സൊല്യൂഷൻ നമ്മൾ കണ്ടെത്തിയിട്ട് ഏറ്റവും നല്ലത് എടുക്കുക, അത് വീണ്ടും പരിശോധിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സാറ് ഇത് കുറച്ചുകൂടെ അടുത്തതിലേക്ക് ആക്കിയാലോ? ഓക്കെ സാർ, ഓക്കെ. ഇത്രയും കൂടുതലായി കഴിഞ്ഞാൽ ലോഡാവും കേൾക്കുന്നവർക്കും. എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു സെഷനോട് കൂടി നമ്മൾ ഇതിനെ ഒരു ഓവറോൾ, അതായത് ഡീലിംഗ് വിത്ത് നെഗറ്റിവിറ്റിയെ കുറിച്ച് ഒരു ഓവറോൾ ക്ലാസ്സോട് കൂടി നമുക്കിത് അവസാനിപ്പിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത് അടുത്ത ആഴ്ചയിൽ എപ്പോഴേലും എന്നെ വിളിച്ചാൽ മതി സാർ. അടുത്ത ആഴ്ച. ഓക്കെ. അപ്പോൾ താങ്ക് യു സാർ. നെഗറ്റീവ് പോസിബിലിറ്റീസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി സാർ ഇന്ന് 3 ടെക്നിക്ക്. ഒരു ടെക്നിക്ക് സാർ നേരത്തെ പറഞ്ഞിരുന്നതാണ്, സ്റ്റെപ്പ്, ബീപ്പ്, അതുപോലെ തന്നെ 5W മെത്തേഡ്, 5W മെത്തേഡ്സ്. അപ്പോൾ ഈ 3 മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് സാഹചര്യങ്ങളെ കൂടുതൽ വിലയിരുത്താനും വ്യക്തികളെ വിലയിരുത്താനും അതിൻ്റെ അകത്തുനിന്ന് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുള്ള എൻവയോൺമെന്റിനെ തിരിച്ചറിയാനും അതനുസരിച്ച് വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഔട്ട്കമ്മിലേക്ക് നമുക്ക് എത്താനും ഒരു റെസ്പോൺസിലേക്ക് എത്താനും ഒക്കെ നമുക്ക് സാധിക്കുമെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പ് പാഷാണമാക്കി എന്ന് പറഞ്ഞ ടൈറ്റിൽ ഉപയോഗിച്ചിട്ട് തന്നെ സാർ 3 ക്ലാസ്സുകൾ നെഗറ്റിവിറ്റിയെ കുറിച്ച് എടുത്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ക്ലാസ്സിന്റെ കണ്ടിന്യൂഷൻ ആണത്. ഒരുപക്ഷെ ആ ക്ലാസ്സുകളിൽ കൂടെ ഒന്ന് കടന്നുപോയാൽ നമ്മൾ സ്റ്റെപ്പ് മെത്തേഡൊക്കെ വളരെ കൃത്യമായിട്ട് സാർ അത് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ എനിവേ നെഗറ്റീവ് ഒരു ക്ലാസ്സിലും കൂടെ കഴിയുമ്പോൾ ഏകദേശം ഇങ്ങനെയുള്ളവരെ മാനേജ് ചെയ്യാൻ നമ്മൾ എക്സ്പേർട്ട് ആകുമെന്ന് തന്നെ വേണം വിചാരിക്കാൻ. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ് വളരെ മനോഹരമായെടുത്ത ജോസഫ് ജോൺ സാറിന് നന്ദിയും സ്നേഹം അറിയിക്കുന്നു. നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ആരാണ് ഡിസ്കഷനിൽ വരുന്നത്? എനിക്ക് തോന്നുന്നു റോയ്സ് സാർ റെഡി ആയിക്കോ അല്ലേ? റോയ്സ് സാർ. ഓക്കെ സാർ. ഈ സാറിൻ്റെ ഇത് സാധാരണ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള ചില കാര്യങ്ങളാണ്. പലരും ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല.
ഈ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ആൾക്കാരുമായിട്ട് എപ്പോഴും എമോഷണൽ ആയിട്ടാണ് ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് ഇഷ്ടമല്ലാത്ത ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ നമ്മൾ എമോഷണലി വളരെ ഇതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കണമെങ്കിൽ ഒന്ന് നമുക്ക് ഇതുപോലെയുള്ള സാഹചര്യങ്ങൾ വരുന്നത് എക്സ്റ്റേണൽ ആണ്, ഇന്റേണൽ ആയിട്ടാണ് വരുന്നതെന്ന്. അപ്പോൾ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സാറ് പറഞ്ഞ 5 വൈഫ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാനും അത് ശ്രദ്ധിക്കാറുണ്ട് പല സമയത്ത്. ഈ ബുൾഷിറ്റുകൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ എമോഷണലി വളരെ ഇതാവും. അതെങ്ങനെയാണ് അതാണ്. അപ്പോൾ നമുക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തോട് സമീപിക്കാനുള്ള ഒരു വേ നമ്മളിൽ ഉണ്ടാവും. അപ്പോൾ സാർ പറഞ്ഞതുപോലെ നമ്മൾ റെഡിയായി കഴിഞ്ഞാൽ പിന്നെ അത് മറ്റുള്ളവരെ എങ്ങനെ നമ്മളെ സ്വാധീനിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ അവരുടെ നെഗറ്റിവിറ്റി എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനുള്ള ഗൈഡ് ലൈൻസും സാർ പറഞ്ഞു, ഈ സ്റ്റെപ്പും. എനിവേ വളരെയധികം ഈ പറയുന്ന കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനുള്ള ഗൈഡ് ലൈൻസ് എന്ന നിലയിൽ സാർ അറിഞ്ഞ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ നമ്മൾ അവിടെ ഇവിടെ കേട്ടിട്ടുണ്ടെങ്കിലും അത് വളരെ ക്രോഡീകരിച്ച് ഒരു പ്രാക്ടിക്കലാക്കാനുള്ള ഒരു ആരംഭം ആണെന്ന് സാറ് തുടങ്ങി വെച്ചത്. അടുത്ത ക്ലാസ്സോടുകൂടി അത് പൂർണ്ണമായും നമുക്ക് പറ്റും എന്ന വിശ്വാസം ഉണ്ട്. താങ്ക് യു സർ. ജോസഫ് സാറ് ഇന്ന് വളരെ ശ്രദ്ധേയമായൊരു വിഷയമാണ് സാർ ലഘുവായി കൊണ്ടുവന്നത്. എനിക്കൊരു ചെറിയ സംശയം. അത് എൻ്റെ കോളനിയിലുള്ള ഒരാളെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അയാൾ എപ്പോഴും അയാളെ ഒരു ഉയർന്ന തട്ടിൽ നിർത്തുകയും ബാക്കിയുള്ളവരെയൊക്കെ അയാൾ താഴെത്തട്ടിൽ കാണുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മറ്റുള്ള ആളുകൾ മനസ്സിലാക്കുന്നു. ഇവർക്കിങ്ങനെ ഒരു നെഗറ്റീവ് തോട്ടാണുള്ളത്, ഒരു സമഭാവന കിട്ടുന്നില്ല എന്നുള്ളത് കൊണ്ട് അവരിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞൊഴിഞ്ഞു പോവുകയാണ്, അടുക്കുന്നില്ല. ഒരു ആത്മാർത്ഥമായ ഒരു സംസാരമോ ഒരു ചിരിയോ ഒന്നും തന്നെ പരസ്പരം പങ്കുവയ്ക്കുന്നില്ല. ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ എന്ന് പറയുന്നത്, അവര് മറ്റുള്ളവരെ കുറിച്ച്, തനിക്ക് ഇഷ്ടമില്ലാത്തവരെ കുറിച്ച് സൊസൈറ്റിയിൽ എന്തൊക്കെ മോശമായി പറഞ്ഞു പരത്താമോ അതവർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അവരുടെ പ്രത്യേകത ആ പറയുന്ന കാര്യം ശരിയാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും അതിലവർ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു നെഗറ്റീവ് തോട്ടിനെ സാറ് പറഞ്ഞ വഴികൾ ഉപയോഗിക്കാൻ പറ്റുമോ? കാരണം അവരോട് ആരും അപ്രോച്ച് ചെയ്യുന്നില്ല, അവരെ ഭയമാണ്, ഉള്ളിൽ ഭയമാണ്. അവരുടെ കാഴ്ചപ്പാടിൽ നിൽക്കുന്നത് തന്നെ ആർക്കും ഇഷ്ടമല്ലാത്തൊരവസ്ഥയാണ്. അത് എങ്ങനെയാണ് ഒന്ന് ഡീൽ ചെയ്യാൻ പറ്റുക? ഡോക്ടർ സുരേന്ദ്രൻ സാർ പറഞ്ഞതിന് മറുപടി പറയുകയാണോ സാർ? ജോസഫ് സാർ. ഓക്കെ, ഞാൻ അതായത് നമ്മുടെ ഈ 4 സ്റ്റൈലുകൾ പറഞ്ഞല്ലോ, അതിലെല്ലാത്തിൻ്റെയും 4 സ്റ്റൈലിൻ്റെയും ക്വാളിറ്റികൾ എല്ലാവരിലും ഉണ്ടായിരിക്കും. ഇയാളിൽ കൂടുതൽ കാണുന്നത് ഇയാൾ എന്താണ്, സ്വയം വലിയൊരു മനുഷ്യനായിട്ട് പറയുക, മറ്റുള്ളവരെ കുറ്റം പറയുകയാണ് ചെയ്യുക, അല്ലേ? അല്ല, അങ്ങനെയല്ല സാർ. അവര് മറ്റുള്ളവരെ ചെറുതായി കാണുകയാണ്, അതിനുള്ള സംഭാഷണങ്ങളാണ് അയാള് പ്രയോഗത്തിൽ കൊണ്ടുവരുന്നത്. അയാളൊരു, എനിക്ക് തോന്നുന്നു കൂടുതൽ അയാൾക്ക് പുഷർ എന്നുള്ളൊരു ഇതാണെന്ന് തോന്നുന്നു. അത് സാർ, ആ പുഷറെ ആരും അക്സെപ്റ്റ് ചെയ്യുന്നില്ല, അവിടെയാണ് പ്രശ്നം. അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ആളൊരു നെഗറ്റീവ് ക്യാരക്ടർ തന്നെയാണ്, അതെ അല്ലേ? മറ്റുള്ളവരെ അയാൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല.
ഇല്ല, മറ്റുള്ളവരെ അക്സെപ്റ്റ് അയാളെ ചെയ്യാനുള്ള എല്ലാവരും അക്സെപ്റ്റ് ചെയ്യണം എന്ന അയാളെ ചിന്തയിലാണ് അവർ. നല്ലൊരു അങ്ങനൊരു ചിന്തയാണ്. ഓക്കെ ഓക്കെ. സാറ് ചോദിച്ചത് അയാളെ എങ്ങനെ ഡീൽ ചെയ്യാവുന്നതാണ് അല്ലേ? അയാളെ എങ്ങനെ മാറ്റാൻ നമുക്ക് പറ്റുമോ, അതാണ്. അല്ല, അതിപ്പോ അയാളെ നമുക്ക് മാറ്റണമെങ്കിൽ അദ്ദേഹം അത് മനസ്സിലാക്കണം അല്ലേ? അദ്ദേഹം മനസ്സിലാക്കുവാനുള്ള സിറ്റുവേഷൻസിലൂടെ കടന്നു വരണം. അയാൾ അത് മനസ്സിലാക്കാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ ചിന്തിക്കുന്ന, അയാൾ കാണിക്കുന്നത് അല്ലെ പറയുന്നതെല്ലാം ശരിയാണെന്നും അയാൾ മാത്രമാണ് ശരിയാണെന്നുള്ള ചിന്തയിലൂടെയാണ് പോവുക. ഓക്കെ. അപ്പൊ അതില് ഈ പറയുന്നതിലൂടെ മാത്രമല്ല, നമുക്ക് ഈ പറയുന്ന മനഃശാസ്ത്രപരമായ ഒരു സമീപനം കൂടി അയാൾക്ക് ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അല്ലേ? അപ്പൊ എനിക്ക് അതിൽ അയാളോട് കൂടുതൽ ചേർന്ന് നിന്നുകൊണ്ടേ അയാളെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അയാളോട് മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു സമീപനം വേണം. അയാളോട് അയാളെ ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരണം. താഴേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമുക്ക് നടത്താം എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ആരെങ്കിലും പറയാനുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. എനിക്ക് അത്രയും ഇപ്പം മനസ്സിൽ വരുന്നുള്ളൂ. ശുദ്ധോദന സാർ പറഞ്ഞോളൂ. ഇതിനെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ പറയാം. സാറിന്റെ ചോദ്യം ചോദിക്കാം. അത് ഞാൻ പറയാം സാർ. സാറ് ഈ സാറിന്റെ ക്ലാസ്സിൽ കേൾക്കാമോ? കേൾക്കുന്നില്ലേ? അപ്പൊ ഈ നമ്മളെല്ലാം വളരെ ഐഡിയലായ മാതൃകാ പുരുഷോത്തമന്മാരും പുരുഷോത്തമികളും, അപ്പൊ മറ്റുള്ളവരെയൊക്കെ നമ്മള് നെഗറ്റിവിറ്റി ഒക്കെ കുടഞ്ഞു കളഞ്ഞ് അവരെ റിഫൈൻ ചെയ്തെടുക്കുന്ന വലിയ ദിവ്യ പുരുഷന്മാരും പുരുഷന്മാരും ഒക്കെ ആയിട്ട് കാണുമ്പോഴായി പ്രശ്നം വരുന്നത്. അതാണ് ഈ വലിയ പ്രശ്നം. ഇപ്പോ ഉലഹന്നാൻ സാർ പറഞ്ഞ ആ മനുഷ്യന് അയാൾക്ക് മാറണ്ട, അയാളുടെ ആ വൃത്തത്തിനുള്ളിൽ തന്നെ നിന്നാ മതി എന്ന് പറഞ്ഞാൽ നമ്മളത് അതിക്രമിച്ച് കയറി ചെന്ന് അയാളെ അങ്ങ് നന്നാക്കി കളയാമെന്ന് വിചാരിക്കണ്ട. ലെറ്റ് ഹിം ലൈക്ക് ദാറ്റ്. അങ്ങനെ പോകട്ടെ. കാരണം നമുക്കറിയാം, ഇപ്പോ ഈ കേരളം എന്ന് പറഞ്ഞാൽ ഈ നെഗറ്റിവിറ്റി നിറഞ്ഞ വ്യക്തികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമായിട്ട് ആണ് ഈ കുടുംബങ്ങളും സമൂഹവും ഒക്കെ മാറിയിരിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഒരു പുഞ്ചിരി കൊണ്ട് അവസാനിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ ഒരു നെഗറ്റീവ്, ആരാണ് നെഗറ്റീവ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മുഖ്യമന്ത്രിയും ഗവർണറോടെ കണ്ടുമുട്ടുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ച് ഹലോ ഹൗ ആർ യു എന്ന് ചോദിച്ചാൽ തീരുന്ന ഒരു കാര്യമാണെങ്കിലും ഈ 77 വയസ്സുള്ള മുഖ്യമന്ത്രി 72 വയസ്സുള്ള ഗവർണർ എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഏറ്റവും അന്ത്യയാമങ്ങളിൽ എത്തി നിൽക്കുന്ന ഇവർക്ക് രണ്ടുപേർക്കും ഒന്ന് പുഞ്ചിരിക്കാൻ, അപ്പൊ അതിൽ ആരാ നെഗറ്റീവ് ആരാ പോസിറ്റീവ് എന്ന് നമ്മൾക്ക് വിലയിരുത്താനുള്ള അത് ചരിത്രാധികാലം പോലെ ഉണ്ടല്ലോ സാറേ. മന്ധര നെഗറ്റീവ് ആണ്, ഏഷ്യനിക്കാരിയാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അത് വലിയ വലിയ സംഭവങ്ങളിലേക്കൊക്കെ കൊണ്ടുവെക്കും. പക്ഷെ ഞാൻ എൻ്റെ ഒരു ഒബ്സർവേഷനിൽ സർവീസിൽ ഇരിക്കും, അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കാണുന്നത് ഈ നെഗറ്റീവ് നിറച്ചുകൊണ്ട് നടക്കുന്ന പലരും ഒരുപാട് രോഗികളായിട്ട് മാറുന്നതാണ് കാണാറുള്ളത്. ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നവരെയും ക്യാൻസർ വരുന്നവരെയും ഹൈപ്പർ ടെൻഷൻ ഉള്ളവരെയും ഒക്കെ വിലയിരുത്തി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാകാൻ പറ്റും അവരൊക്കെ ഈ രോഗികളാണ്. ശരീരം കൊണ്ട് മാത്രമല്ല മനസ്സുകൊണ്ടും ഒക്കെ അവർ രോഗികളായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതെല്ലാം കൂടെ ചേർന്നാണല്ലോ സമൂഹം. എല്ലാവരും അങ്ങ് നന്നായാൽ പിന്നെ അതിന്റെ രസം അങ്ങ് പോയില്ലേ. അതിന്റെ ഈ ഹെട്രോജനസ് സൊസൈറ്റിയിൽ ഈ എന്താ പറയുക, മാൻപേടകളും മയിൽപേടകളും മുയലും സിംഹങ്ങളും ഹിംസ്ര ജന്തുക്കളും ഒക്കെ നിറയുമ്പോഴാണല്ലോ അതിന്റെ ഒരു ഹീറോ മാത്രമായാൽ സിനിമ വിജയിക്കത്തില്ല, വില്ലനും എന്ന് പറഞ്ഞാല്. പിന്നെ അതിനകത്ത് സാർ ഈ കൈകാര്യം ചെയ്യുന്ന ഈ വിഷയങ്ങളിലൊക്കെ അവര് ആത്മീയമായ ഒരു ഭയം ഉണ്ടാകുകയാണെങ്കിൽ ഒരുപാട് പേര് അത് ദൈവഭയം എന്ന് പറയുന്ന ഒരു സാധനമല്ലേ. അത് ഇപ്പം പള്ളിയിലോ ക്ഷേത്രത്തിലോ പോയി കാണിക്കുന്ന അഭ്യാസമല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉള്ളിന്റെ ഉള്ളില് ഒരു ഈശ്വര ഭയം, അല്ലെങ്കിൽ അയ്യോ ഞാൻ ഒരാളിനെ ദ്രോഹിച്ചാൽ അല്ലെങ്കിൽ അയാളെ അപവാദം പറഞ്ഞാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്പിരിച്വാലിറ്റി ഇതിനകത്ത് കലർത്തുകയാണെങ്കിൽ ഒരു നല്ല പരിധി വരെ ഈ ആളുകൾ ഒരു റിഫൈൻ ചെയ്ത് എടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ സാറ് പറഞ്ഞ ഈ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആൾക്കാരില്ലേ, ഈ സ്റ്റേബിൾ, തറു, ഈ എമോഷണൽ, ഇത് പുഷർ ഒക്കെ, ഇവരെയൊക്കെ നമുക്ക് കാണാം. പക്ഷെ നമ്മൾ അതനുസരിച്ചിട്ട് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു ടാലന്റ് നമ്മൾ എടുക്കുകയാണെങ്കിലുണ്ടല്ലോ വളരെ രസമായിട്ട്. ഇപ്പോൾ ഞാൻ കുറെ ഓർഗനൈസേഷനിലും ഇൻസ്റ്റിറ്റ്യൂഷനിലും ഒക്കെ അതിന്റെ ഗവേണിംഗ് ബോഡിയിലും ഭരണസമിതികളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഈ ജാതി സകല ക്രിമികീടങ്ങളെ അവിടെ കാണാറുണ്ട്.
അപ്പൊ അവര് ഇതെല്ലാം കൂടെ ചേർന്ന് ഉള്ള ഈ ഡയറക്ടർ ബോർഡിലൊക്കെ ഇരിക്കുന്ന 10-30 പേരും എല്ലാവരും പ്രമാണിമാരാ. 30 പേരും 30 തരത്തിൽ ഈ നീഡ് അനുസരിച്ചല്ല, ഇപ്പൊ അഴിമതി കാണിക്കുന്ന നീഡ് അനുസരിച്ചിട്ടൊന്നുമല്ല. ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഒരു വലിയ വ്യവസായി, അദ്ദേഹം ഞാൻ ഡയറക്ടറായിട്ടുള്ള ഒരു സ്ഥാപനത്തിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ്. അദ്ദേഹം ചെറിയ കാര്യത്തിൽ പോലും കമ്മീഷൻ ചോദിച്ചു കളയും. അപ്പൊ 10 കമ്പ്യൂട്ടർ വാങ്ങണം. പുള്ളിക്ക് ഇതൊന്നും ആവശ്യമില്ല, വലിയ റിച്ച് ആയിട്ടുള്ള ആളാണ്. പുള്ളി ഒരു 2 കമ്പ്യൂട്ടർ, ഒരു ലാപ്ടോപ്പ് എനിക്ക് ഫ്രീ വേണം, അത് കിട്ടിയാലേ പുള്ളി അപ്രൂവ് ചെയ്യുള്ളൂ. ഇതൊക്കെ മനോരോഗങ്ങളാണ്. അതുപോലൊരു ക്യാരക്ടറാണ് ഉലയനാൻ സാർ പറഞ്ഞത്. അതെ അതെ, ഉലയനാൻ സാർ പറഞ്ഞ ഇത് ഇവരുടെ ആറ്റിറ്റ്യൂഡ് മാത്രമല്ല, ഇവർ രോഗികളാണ്. അവര് മനഃശാസ്ത്രപരമായിട്ട് നമുക്കൊരു സമീപനം കൊടുക്കണം. പിന്നെ ഈ ജോസഫ് സാർ പറഞ്ഞ ഒരു കാര്യത്തിനോട് എനിക്കൊരു വിയോജിപ്പുള്ളത്, ഈ അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മൾ ഈ ഒത്തു പറയുക, അല്ലെന്നുണ്ടെങ്കിൽ മുസ്തുതി പറയുക. അയാളെ അങ്ങ് ഒത്തു പറഞ്ഞാൽ, മുസ്തുതി പറഞ്ഞാൽ, ഇപ്പോ അയാൾക്ക് അങ്ങ് സുഖിക്കുമെങ്കിൽ നമ്മൾ അങ്ങനെ പോകേണ്ട കാര്യമില്ല, നമുക്ക് മൗനം പാലിക്കാം. ഈ കാരണം നമ്മുടെ കംഫർട്ട് വിട്ടിട്ട് പോരുതെന്നാണ് എന്റെ പോളിസി. നമ്മുടെ ഒരു കംഫർട്ട് ഇല്ലേ, നമ്മൾ ഇയാളെ നേരെയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ലക്ഷ്യം നമ്മൾ അയാളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഉള്ളതായതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പൊ ആ ഒരു ഇമോഷണൽ ക്യാരക്ടർ സ്റ്റൈലുള്ള ഒരു വ്യക്തിയെ സമീപിക്കുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഈ അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിക്കേഷൻ ഉള്ളത് നമ്മൾ ഒത്തുപറയുക അല്ലെങ്കിൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാളേറെ എങ്കിലും ഇത് വളരെ ഗംഭീര ഈ നെഗറ്റിവിറ്റി കളയാൻ വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ വളരെ അത്യാവശ്യമാണ്. ഇപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരാളിന് ഈ എല്ലാത്തിനും നെഗറ്റീവ് ആണെങ്കിൽ അയാൾക്കൊരു കൗൺസിലിങ്ങും കൺസൾട്ടേഷനും ഒക്കെ കൊടുത്തിട്ട് ഈ തെറ്റുകൾ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട അത്യാവശ്യമാണ്. ഈ ഭാര്യമാര്, പണ്ടത്തെ ഭാര്യമാരൊക്കെ തല്ലുകൊള്ളുന്നത് ഈ ഭർത്താക്കന്മാരുടെ നെഗറ്റിവിറ്റി കൊണ്ടാണ്, അല്ലാതെ ഈ ഭാര്യമാരുടെ നെഗറ്റിവിറ്റി ആയിരുന്നില്ല. അദ്ദേഹം വലിയ പ്രമാണി ഇങ്ങോട്ട് വന്നിട്ട് അടിച്ചേൽപ്പിക്കുന്നതൊക്കെ പുള്ളി തെങ്ങിൽ കിടക്കുന്ന മാങ്ങയാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സമ്മതിച്ചേക്കണം. അങ്ങനെയൊക്കെ ആയിരുന്നു പണ്ടത്തെ. അപ്പൊ എന്തായാലും രസമായിരുന്നു അത്. സാറ് ഈ സാങ്കേതിക പദങ്ങൾ മിനിമൈസ് ചെയ്തത് കൊണ്ട് ഞാനത് ഇങ്ങനെ ഉള്ളിൽ അത് വിശകലനം ചെയ്ത് പൊക്കോണ്ടിരിക്കായിരുന്നു സന്ദർഭങ്ങളിൽ. ഒരുപാട് പേര് ഈ ഭാഷാണമർക്ക് മാത്രമല്ല, ധാരാളം പേര് ഞാൻ ഇങ്ങനെ വിശകലനം ചെയ്യാം. താങ്ക് യു. സാർ, ഒരു കാര്യം, നമ്മൾ ഈ പറയുന്ന നെഗറ്റിവിറ്റിയുടെ കോസസ് ഉണ്ട്, റീസൺസ്. അതില് ഒരു പ്രധാന ഘടന ജനറ്റിക്കലാണ്. പിന്നെ എൻവയൺമെന്റ് ഉണ്ട്. പിന്നെ നമ്മുടെ എൻവയൺമെന്റും ജനറ്റിക്സും ആണ് പ്രധാന. അപ്പൊ ഈ പറയുന്ന കക്ഷിക്ക് ചിലപ്പോൾ ജനറ്റിക്കലായിട്ട് കിട്ടിയതായിരിക്കും ഇച്ചിരി ട്രീറ്റ്മെന്റ് വേണ്ടി ഞാൻ ആ രീതിയിലേക്ക് പറഞ്ഞത്. അപ്പൊ ഈ കൈക്കൂലി ചോദിക്കുന്ന, എന്തിനും കൈക്കൂലി ചോദിക്കുന്ന ആൾക്കും അതിന് ജനറ്റിക്കലി കിട്ടിയതാണ്, പെട്ടെന്ന് പോകുന്നതല്ല. പിന്നെ നമ്മൾ ഫോക്കസ് ഓൺ അവർ പ്രയോറിറ്റീസ്, ഇങ്ങനെയുള്ളവരെ കുറെയൊക്കെ അവോയ്ഡ് ചെയ്യുകയും വേണം എന്നുള്ളതാണ്. മറ്റേ ആ ഒരു കഥയിൽ ആദ്യം പറഞ്ഞ കഥയിലുണ്ടല്ലോ, ഫോക്കസ് ഓൺ നമ്മുടെ പ്രയോറിറ്റീസ്. ഓക്കെ, താങ്ക് യു. വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് പറഞ്ഞു. താങ്ക് യു. പറഞ്ഞു സാറേ നമസ്കാരം. ക്ലാസ് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റില്ല, ചെറിയൊരു യാത്രയിലായിരുന്നു. പിന്നെ ഇപ്പം ഉലയനാൻ സാർ പറഞ്ഞത്, അതിലിപ്പം ഈ നെഗറ്റീവ് അവരുടെ കാഴ്ചപ്പാട് മാത്രമല്ല, അവരുടെ നാരോ മൈൻഡും കൂടി ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഓരോരാൾക്കും ഓരോരോ സന്തോഷം ഉണ്ടാവില്ലേ. ഞാൻ ഇന്നത് ചെയ്താൽ എനിക്ക് സന്തോഷം, അയാളെ സന്തോഷം മറ്റുള്ളവർ കുറ്റം പറയുന്നതും അത് എല്ലാവരുടെ അടുത്ത് പോയിട്ട് പരദൂഷണം പറയുന്നതായിരിക്കും. അത് മാറ്റിയെടുക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. എന്താ പറഞ്ഞാല് അയാളെ സന്തോഷം കുറച്ച് പോവും, അത് ചെയ്താൽ അതും അതിലിപ്പോ മാറ്റിയെടുക്കാനുള്ള ഒരു ഇതുള്ളത് കേൾക്കുന്നവര് കുറച്ച് പിന്നോട്ടടിക്കുക. അപ്പൊ അയാൾക്ക് തോന്നി, എന്റെ ഈ സംഭാഷണം കേൾക്കാൻ അയാൾക്ക് ഇഷ്ടമല്ലാതായി തുടങ്ങിയല്ലോ എന്നുള്ള ഇത് അയാൾക്ക് വരണം. അന്നേരം അംഗീകരിക്കുന്നില്ലല്ലോ എന്ന് തോന്നണം, എന്നാലേ അത് രക്ഷപ്പെടുള്ളൂ. പിന്നെ സാറ് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അത് യാത്രയിലായതുകൊണ്ട് എല്ലാം ഞാൻ കേട്ടില്ല. പിന്നെ എന്ത് ചെയ്യുമ്പോഴും നെഗറ്റീവ് തിങ്കിങ് ഉള്ളവരുണ്ട് സാറേ. കാരണം ഞാൻ സെൽഫ് എംപ്ലോയ്ഡ് ഓഫീസർ ആകുമ്പോൾ ലോൺ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരെ വിളിച്ചു വരുത്തിയാല് ചെറിയ ലോൺ 50,000 ലോൺ കൊടുക്കുമ്പോ എന്താ തുടങ്ങുന്നത്? ഞാൻ പറഞ്ഞു എന്തെങ്കിലും തുടങ്ങിയാലേ 50,000 കിട്ടും. ഇതിൽ 50% സബ്സിഡിയാണ്, 25 നിങ്ങൾ തിരിച്ചടക്കണ്ടോ, അതില് കാറ്റഗറി ഉണ്ട് ഓരോന്ന്. അപ്പൊ നിങ്ങൾ 2 പശുവിനെ വളർത്ത, അയ്യോ പശുവിനെ ശരിയാവൂല, അത് നമ്മൾക്ക് അത് കുത്തിയാലെങ്കിൽ എന്നാ പിന്നെ മെഷീൻ മേടിച്ചിട്ട് എന്നാ തയ്യലിന്റെ എന്തെങ്കിലും, അത് കാല് വേദനക്കും. ഇപ്പൊ അത് മെഷീനാകുമ്പോ നമുക്ക് കാലിന് വലിയ പ്രശ്നം വരും. അന്ന് അപ്പം പലഹാരം ഉണ്ടാക്കാലോ, അത് ബുദ്ധിമുട്ടില്ലല്ലോ.
ഇവൾക്ക് തീ കൊണ്ട തലവേദനയാണ്. അപ്പൊ അവർക്ക് എന്ത് കൊടുത്താലും ശരിയാവില്ല. അവരെ മൈൻഡിൽ അത് എനിക്ക് വേണ്ട എന്നുള്ള രീതിയിലാണ്. പിന്നെ ഇനി നെഗറ്റീവ് തോട്ട്സ്, ഇപ്പം നെഗറ്റീവ് തോട്ട്സ് വരുമ്പം ഇപ്പം മറ്റേ മണിച്ചിത്രതാഴിൽ പറഞ്ഞ പോലെ ഗംഗ അല്ലിക്കാവരനെ എടുക്കാൻ നീ പോണ്ടെന്ന് പറയുമ്പം അല്ലിക്കും പ്രശ്നമാണ്. ആ നെഗറ്റീവിനെ എതിർക്കുമ്പോ നെഗറ്റീവ് എതിർക്കുന്നവർക്ക് മാത്രമല്ല ആ ചോദിച്ചവർക്കും പ്രശ്നമാണ്. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള ഒരു ക്ലാഷ് നടക്കും അവിടെ. രണ്ടുപേർക്കും ബുദ്ധിമുട്ട് വരും. അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ സാറേ, കുട്ടികളോട് പെരുമാറുമ്പോ സാറ് പറഞ്ഞത് വളരെ കറക്റ്റ് ആണ്. ചെറിയ കുട്ടിയെ ഇപ്പം ഈവൻ തൊട്ടിലുള്ള ഒരു കുട്ടി നമ്മളെ ശ്രദ്ധിക്കുമ്പോ ഉറങ്ങിയിട്ട് എഴുന്നേറ്റിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളെ കാണുമ്പോ ഒരു ഒച്ച എടുക്കാറുണ്ട് അല്ലേ സാറേ? അപ്പൊ നമ്മള് എന്താ വാവയെന്നുള്ളൊരു ചോദ്യം ചോദിച്ചേക്കണം. അതുപോലെ തന്നെ കട്ടിലുള്ള പ്രായമുള്ള എഴുന്നേൽക്കാൻ പറ്റാത്തവരാണെങ്കിൽ അവര് മോളേന്നൊന്ന് വിളിക്കുമ്പോ എത്ര പ്രാവശ്യം വിളിക്കാന്നല്ല, അടുത്ത് പോയിട്ട് നമ്മളെ കുറെ ശ്രദ്ധിച്ച അച്ഛനും അമ്മയായിരിക്കൂലേ, ഒന്ന് തലോടിയിട്ടുള്ള ഒന്ന് ഇതാക്കിയിട്ടാ നല്ല സന്തോഷം തോന്നും. അതുപോലെ കുട്ടികളിപ്പം ഒരു 10, 17, 18 വയസ്സായി കഴിഞ്ഞാല് ഫ്രണ്ട്സ് എല്ലാം +2 പഠിക്കുന്നുണ്ടാവും. അപ്പൊ 2 വീലർ എടുത്തിട്ട് ഒന്ന് പോയിട്ട് വരട്ടെ എന്ന് ചോദിച്ചാൽ തന്നെ വീട്ടിലുള്ള കാരണവര് പറയും നീ ഇപ്പൊ പോണ്ട. അച്ഛനമ്മ പിന്നെയും സമ്മതിച്ചേക്കും. അപ്പൊ പോണ്ടെന്ന് പറയുമ്പോ തന്നെ അവിടെ നെഗറ്റീവ് വന്നു. എന്തെങ്കിലും തരത്തില് ആക്സിഡന്റ് ഒന്നും സംഭവിച്ചാ പിന്നെ പറയണ്ട, വീട്ടിലെ കോലാഹലം. അച്ഛനിത് പറഞ്ഞോണ്ടല്ലോ എന്റെ മോന്. അപ്പൊ സാർ പറഞ്ഞ പോലെ അതുപോലെ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം, അത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് എക്സാമ്പിൾ സാർ അങ്ങനത്തെ പറഞ്ഞു. വളരെ നന്നായിട്ടുണ്ട് സാറേ, നല്ല ക്ലാസ് ആയിരുന്നു. എനിക്ക് മുഴുവനായിട്ട് കേൾക്കാൻ പറ്റിയില്ല. താങ്ക് യു സോ മച്ച്. റോയ് സാർ ഞാൻ പറഞ്ഞല്ലോ സാറേ. പറഞ്ഞു സാർ. വേറെ ആരെയുള്ള ഇനി? ജോർജ് സാർ ഉണ്ടോ? ഇല്ല. എനിബഡി എൽസ്? രാജു ഫിലിപ്പ് സാർ ഉണ്ടോ? രാജു സാർ? ജോർജ് സാർ ഉണ്ടല്ലോ. രാജ് സാർ പറയും. ഒരു സെക്കൻഡ്, ജോസഫ് ജോൺ സാറേ, ഞാൻ ഔട്ട് ഓഫ് റേഞ്ചിൽ പോകും. അപ്പൊ സാറ് ഞാൻ ഹോസ്റ്റ് ആക്കിയേക്കാം. സാറ് ക്ലോസ് ചെയ്തോണേ. എല്ലാവരും ദൈവത്തിന്റെ സൃഷ്ടികളാണ്. നാമെല്ലാവരും സഹോദരന്മാരാണ്. അപ്പം ആ ഒരു ചിന്ത നമുക്ക് അങ്ങനെയുള്ള വിശാലമായ കാഴ്ചപ്പാടുണ്ടാകുന്നുണ്ടായിരുന്നു. ഈ പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരും ദൈവം സൃഷ്ടിച്ചവരാണ്. അവർക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. നമ്മൾ കാണാതെ പോകുന്ന മുൻവിധിയോട് കൂടി നോക്കുന്നുണ്ട്, പ്രിജുഡിസോട് നോക്കുന്നുണ്ട്. കാരണം അവർ പലപ്പോഴും ദൈവം സൃഷ്ടിച്ചാലും ദൈവത്തിന്റെ വിരൽപ്പാടുകൾ, ദൈവത്തിന്റെ കയ്യൊപ്പ് അവരുടെ മേലുണ്ട്. അത് കാണാത്തത് നമ്മൾ ഈ മുൻവിധികളോട് നോക്കുന്നുകൊണ്ടാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു നെഗറ്റീവ് മാറ്റി നിർത്താൻ ഒരു കാരണം അതാണ്. ഓസ്കാർ വൈൽഡ് പറഞ്ഞിട്ടുണ്ട്, ഓൾവേസ് ഫോർഗീവ് യുവർ എനിമി, നത്തിങ് എൽസ് വിൽ annoy them so much. Always forgive your enemy, nothing else will annoy them. അപ്പൊ അവര് അതേ രീതിയിൽ തന്നെ അവര് ഫോർഗീവ് ചെയ്താൽ തീർച്ചയായിട്ടും അവർക്ക് പശ്ചാത്താപം ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പൊ അത് എനിമിയാണെന്നാണ് ഉദ്ദേശിച്ചില്ല ഞാൻ പറഞ്ഞത്. അപ്പൊ അതൊന്ന്. പിന്നെ ഈ പറയുന്നതായിട്ടുള്ള അവരിലുള്ള നന്മയും കണ്ടെടുത്താൻ ശ്രമിക്കുക. നമ്മളെപ്പോഴും അവരുടെ തിന്മകൾ മാത്രമാണ് കണ്ടെടുത്ത് ശ്രമിക്കുന്നത്. അവർ ചെയ്യുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവരെ മാറ്റി നിർത്തും. അതല്ല, അവരെ ഒന്നുകൂടെ ഒന്ന് കളത്തി കൊടുക്കുക. ഡെയിൽക്കാരനെ പറഞ്ഞിട്ടുണ്ട്, മേക്ക് അതേഴ്സ് ഫീൽ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴും നമ്മളെപ്പോഴും നമ്മുടെ സംഭാഷണത്തിൽ നമ്മളെ തന്നെ ഒക്കെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ അങ്ങനെ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അവരെ ഒന്ന് ഉയർത്തി കാണിച്ചാൽ, അവരെ ഒന്ന് നമ്മൾ കൂടുതലായിട്ട് അവരെ ഒന്ന് എന്താ പറയുന്നത് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്നതായ സ്വഭാവമൊക്കെ തിരിഞ്ഞു വരും. ഇപ്പൊ ഇവിടെ മാഡം പറഞ്ഞില്ലേ, അതായത് കിടക്കി കിടന്ന് അച്ഛനോടോ അമ്മയോടോ നമ്മളെങ്കിൽ പോയി എന്താ എന്ന് ചോദിച്ചാൽ അതൊരു അവിടെ തന്നെ അന്നേരം തന്നെ വലിയൊരു സ്നേഹമാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ നമ്മളെക്കാൾ വലിയ ഫീൽ ഇമ്പോർട്ടൻറ്റ്. അപ്പൊ അതാണ് ഈ പറഞ്ഞ ഒരു മാർഗം എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഈ നെഗറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാത്തിലും നെഗറ്റീവ്. അവർ പെസിമിസ്റ്റിക് ആയിരിക്കും, ഒപ്റ്റിമിസ്റ്റിക് ആയിരിക്കും, പെസിമിസ്റ്റിക് ആയിരിക്കും. ലോകത്തെ മുഴുവൻ പഴിക്കുന്നവരെ അവര് അന്ധകാരത്തെ പഴിക്കുന്നവരാണ്. എന്നാൽ അന്ധകാരത്തിലൊരു ചെറുതിരിയെങ്കിലും എത്തിച്ചു വെക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ വെളിച്ചം കാണാൻ സാധിക്കും. അന്നേരം അവരിൽ മാറ്റം ഉണ്ടാവും. മറ്റുള്ളവർ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ അത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യാനാണ് പറയുന്നത്. നമ്മൾ എന്ത്
നമുക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്നു, അത് നമ്മൾ വർക്ക് ചെയ്യുക. അത് ബൈബിളിലെ ഒരു ഗോൾഡൻ റൂളാണ്. മാത്യു 7:12 ആണ്. മാത്യു 7:12 പറയുന്നത്, ഡു അൺടു അതേഴ്സ് വാട്ട് യു ലൈക്ക് others to do unto you. Do unto others what others like, what you like others do to you. അപ്പൊ അങ്ങനെയുള്ള ആ രീതിയിലുള്ള സമീപനമായിരിക്കും ഈ പറഞ്ഞതായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാരോടും നമുക്ക് സമീപിക്കാൻ സാധിക്കും. സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ കേട്ടുന്നുണ്ട്, എല്ലാം നന്നായിരുന്നു, നല്ല മാർഗങ്ങളായിരുന്നു, ശാസ്ത്രപരമായ സമീപനങ്ങൾ, അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ നന്നായിരുന്നു. നമ്മൾ അതേ രീതിയിൽ തന്നെ തിരിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ അവിടെയാണ് പിന്നെയും പ്രശ്നം വരുന്നത്. നമ്മൾ അതേ രീതിയിൽ മറുപടി കൊടുക്കാതെ നമ്മൾ കുറച്ചുകൂടി അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഉയർത്തി കാണിച്ചുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ സമീപനം മാറുമെന്നാണ് എൻ്റെ. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ. അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ സംസാരിക്കുന്നത് നമുക്കാണ് ഇമ്പോർട്ടൻസ്. നമ്മൾ മറ്റുള്ളവരുടെ നെഗറ്റിവിറ്റി കൊണ്ട് നമ്മൾ നശിക്കാൻ പാടില്ല, നമ്മൾ ഡിസ്ട്രോയ് ചെയ്യപ്പെടാൻ പാടില്ല. ആ ഒരു പോയിന്റാണ് ഞാനിവിടെ എലാബറേറ്റ്. സാർ പറഞ്ഞത് വളരെ സ്പിരിച്വലായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്. അപ്പം അത് ഈ ലോകം മുഴുവൻ നമുക്ക് ഒറ്റയടിക്ക് എല്ലാവരെയും ഈ പറഞ്ഞപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞപ്പോൾ ബിസിനസ്സിൽ അവരെ വഞ്ചിച്ച് അവരെ ഇത്രയും ഉപദ്രവിച്ച ആളെ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? അവിടെ വെച്ച് ഉപദേശത്തിനോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതുപോലുള്ള അത്രയും നെഗറ്റിവിറ്റി നമ്മുടെ ചുറ്റുപാടും ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ മണി ചെയിൻ പോലുള്ള ഹൈറിച്ച് പോലെയുള്ള സംഭവങ്ങളിൽ അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി എന്തും ചെയ്യുക എന്നുള്ളതാണ്. അതിൽ നമ്മൾ ഒരു സോഫ്റ്റ് സമീപനം അവരോട് സ്വീകരിച്ചാൽ എന്താ സംഭവിക്കുക? അങ്ങനെയുള്ള രീതികളിൽ നമ്മൾ ബിവെയർ ആയിരിക്കണം, അവെയർ ആയിരിക്കണം, നമ്മൾ സെൽഫ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അത് ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ മാറ്റി നിർത്തുകയല്ല, നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ മാറ്റി നിർത്തുന്നില്ല, പക്ഷെ അവരെ നമ്മൾ ബുദ്ധിപൂർവം മാനേജ് ചെയ്യണം. അവരെ നിർത്തേണ്ടവിടത്ത് നിർത്തണം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്പോയിലായിക്കൊണ്ട് മറ്റുള്ളവരെ നന്നാക്കേണ്ട കാര്യം. ആ ഒരു പോയിന്റാണ് എനിക്കതിൽ പറയാനുള്ളത്. അതുകൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിന് ഇവിടെ ഒരു പ്രസക്തി വന്നതെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോട്ടെ. താങ്ക് യു. താങ്ക് യു സർ. അസർട്ടീവ് ആവുക, അഗ്രസീവ് ആവുക. അവർ അഗ്രസീവ്നെസ് കാണിക്കുക, നമ്മൾ അസർട്ടീവ് ആവുക. അത് അഗ്രസീവ് ആയിട്ട് തന്നെ നമുക്ക് തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞല്ലോ, ഓരോ മനുഷ്യരുടെ സ്റ്റൈലുണ്ട്. ആ ഒരു സ്റ്റൈല് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതനുസരിച്ച് അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ അവരെ സമീപിച്ചുകൊണ്ട് നമുക്ക് അവരെയും മാറ്റാം, നമുക്ക് മാറാം എന്നുള്ളതാണ്. നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കും, നമുക്ക് ദോഷം വരാതെ അവരെ മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ മാനേജ്മെന്റിലൂടെ. ഹൗ ടു മാനേജ് നെഗറ്റീവ് പീപ്പിൾ. അത് ഇറ്റ് ഈസ് ദേർ. നോ, ഇവിടെ ഉണ്ട്, ഈ ലോകത്തുണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമ്മളുടെ ഉദാഹരണങ്ങൾ എത്രയോ നമുക്ക് കാണാം. അതുകൊണ്ട് നമുക്ക് പോറലേൽക്കാതെ ഇരിക്കുന്നതിനോടൊപ്പം തന്നെ അവരെ മാറ്റാൻ നമുക്ക് ശ്രമിക്കാം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. ഇനി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? സമയം 8:35 ആയി. ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ സംസാരിക്കാം, നമുക്ക് അതിനുശേഷം ചെയ്യാം. നാഷ് കെ ഉണ്ട്, ജോർജ് ജിയോ എന്നുള്ളൊരു പേര് കാണുന്നുണ്ട്, ഉഷാകുമാരി കാണുന്നുണ്ട്. ബാക്കിയുള്ളവരൊക്കെ സംസാരിച്ചതാണ്. അനിലുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ശരിക്കുന്നുണ്ടോ? ഓക്കെ. എന്തെങ്കിലും നിങ്ങൾക്ക് സപ്ലിമെന്റ് ചെയ്യാനുണ്ടെങ്കിലോ ഈ ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ആരുമില്ലാന്ന് തോന്നുന്നു. നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്താലോ? രാജു സാറേ എത്താം. റോയ് സാറേ, നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്യാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. കമന്റ് പറഞ്ഞ താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ഓൾ. എൻഡ് ചെയ്യുവാണ്.